Good morning, my dear students. Today we are going to discuss about the last chapter of the macroeconomics, that is open economy and macroeconomics. നമ്മുടെ എക്കണോമിക്സിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഓപ്പൺ എക്കോണമി മാക്രോ എക്കണോമിക്സ്. നമ്മൾ ഓപ്പൺ എക്കോണമി ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ടേമിൽ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലോസ്ഡ് എക്കോണമി ആൻഡ് ഓപ്പൺ എക്കോണമി. ക്ലോസ്ഡ് എക്കോണമി എന്ന് പറയുന്നത് ദർ ഈസ് നോ എക്കണോമിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വൺ കൺട്രി ടു അനദർ കൺട്രി. എന്നാൽ ഓപ്പൺ എക്കോണമി എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ദർ ഈസ് ആൻ എക്കണോമിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വൺ കൺട്രി ടു ഇറ്റ്സ് അബ്രോഡ് കൺട്രി. അല്ലേ, ഒരു രാജ്യവും അതിൻ്റെ അയൽ രാജ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ട്, അയൽ രാജ്യം എന്നത് ഉദ്ദേശിച്ച് മറ്റു രാജ്യങ്ങളുമായിട്ട് സാമ്പത്തിക ബന്ധം, എക്കണോമിക് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഓപ്പൺ എക്കോണമി എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓപ്പൺ എക്കോണമി എന്ന് പറയുമ്പോൾ നമ്മുടെ 3 സെക്ടർ മോഡൽ എന്നതിന് പകരം 4 സെക്ടർ മോഡൽ എന്നുള്ള രീതിയിലേക്ക് വരുന്നു. കൺസംഷൻ ഡിമാൻഡ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ്, അതേപോലെ തന്നെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, അതേപോലെ തന്നെ വരുന്നത് നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ടേമും കൂടി വരുമ്പോഴാണ് ഈ ഒരു ചാപ്റ്ററിൽ എന്ത് വരുന്നത്. ഇതിൻ്റെ മുന്നത്തെ നമ്മൾ ചാപ്റ്റേഴ്സ് പഠിച്ചു, ഇൻകം ഡിറ്റർമിനേഷൻ, അതേപോലെ തന്നെ ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് സ്കോപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററുകളിൽ നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻസ് പറഞ്ഞിരുന്നു. AD = C+I+G വരെയാണ് നമ്മൾ ഇതിൻ്റെ മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് AD = C+I+G+X-M, ദാറ്റ് ഈസ് NX എന്ന് പറയുന്ന നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് പോവാം. നമ്മൾ ആദ്യം പറഞ്ഞത് ക്ലോസ്ഡ് എക്കോണമി എന്താണ്, ഓപ്പൺ എക്കോണമി എന്താണെന്ന് പറഞ്ഞു. ഒരു എക്കോണമി ഓപ്പൺ എക്കോണമി ആകുമ്പോൾ അതിന് എക്കോണമിയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റ്, ലേബർ മാർക്കറ്റ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഈ മാർക്കറ്റുകളുമായിട്ട് ഒരു ലിങ്കേജസ് ഉണ്ടാകും. അപ്പോൾ ഓപ്പൺ എക്കോണമി വരുമ്പോൾ എന്തൊക്കെയാണ് എക്കോണമിയിൽ ഉണ്ടാകുന്ന ലിങ്കേജസ് നോക്കാം. ഔട്ട്പുട്ട് മാർക്കറ്റ് ഓർ പ്രോഡക്റ്റ് മാർക്കറ്റ് എന്ന് നമുക്കിവിടെ പറയാം. രണ്ടാമത് ഫിനാൻഷ്യൽ മാർക്കറ്റ് ലിങ്കേജസ് ഉണ്ടാകുന്നു. ലേബർ മാർക്കറ്റ് ഓർ ഫാക്ടറി മാർക്കറ്റ് ലിങ്കേജസ് ഉണ്ടാകും. അപ്പോൾ എന്താണ് ഓരോന്നും എന്നുള്ളത് നോക്കാം. ഔട്ട്പുട്ട് മാർക്കറ്റ് എന്ന് പറയുന്നത് an economy can buy and sell goods and services with other countries of the world. അല്ലേ, this enable producers and consumers to deal with the domestic and foreign goods. This is called output market linkage. ഒരു ഓപ്പൺ എക്കോണമി ആകുമ്പോൾ ഒരു രാജ്യത്തെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ആൾക്കാർക്ക് മറ്റ് രാജ്യങ്ങളിലെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കാനും മറ്റ് രാജ്യങ്ങളിലെ ആൾക്കാർക്ക് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾ വാങ്ങിക്കാനും എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പൺ എക്കോണമി ആകുമ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് തുടങ്ങിയിട്ടുള്ള പ്രോസസ്സുകൾ നടക്കുമ്പോൾ ഇതിലൂടെ സാധ്യമാകുന്നു. അപ്പോൾ ഓപ്പൺ എക്കോണമി എന്ന് പറയുമ്പോൾ അത് ഏത് ലിങ്കേജസിലേക്ക് വരുന്നു? ഔട്ട്പുട്ട് മാർക്കറ്റ് ഓർ അതല്ലെങ്കിൽ പ്രോഡക്റ്റ് മാർക്കറ്റ് ലിങ്കേജസ് എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ദെൻ സെക്കൻഡ് വൺ ഫിനാൻഷ്യൽ മാർക്കറ്റ് ലിങ്കേജ് എന്ന് പറയുന്നതാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് ലിങ്കേജ് എന്ന് പറയുന്നത് പീപ്പിൾ ഓഫ് ആൻ എക്കോണമി ക്യാൻ ബൈ ഫിനാൻഷ്യൽ അസറ്റ്സ് ഓഫ് അതർ കൺട്രീസ്. This give investor the opportunity to invest in domestic and foreign asset. This is called the financial market linkage. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് വിദേശ മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ വിദേശികളായിട്ടുള്ള ആൾക്കാർക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പൺ എക്കോണമി ആകുമ്പോൾ അതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ക്ലോസ്ഡ് എക്കോണമി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. ഓപ്പൺ എക്കോണമിയിൽ there is an investment in the domestic country and foreign country. നമുക്ക് ഡൊമസ്റ്റിക് കൺട്രിയിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഫോറിൻ കൺട്രീസിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നു. ഇതേപോലെ തന്നെ ഫോറിനേഴ്സിനും ഇന്ത്യ അവരുടെ രാജ്യത്തും അതേപോലെ തന്നെ ഇന്ത്യയിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഏത് ഓപ്പൺ എക്കോണമി എന്ന് പറയുന്ന ലിങ്കേജസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഓപ്പൺ എക്കോണമി എന്ന് പറയുന്ന സിറ്റുവേഷൻ വരുമ്പോൾ ഉണ്ടാകുന്നു. ദെൻ അടുത്തത് ലേബർ മാർക്കറ്റ് ഓർ നമ്മൾ ഫാക്ടർ മാർക്കറ്റ് ലിങ്കേജ് എന്ന് പറയുന്നു. ഫാക്ടർ മാർക്കറ്റ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. അല്ലേ, നിങ്ങൾക്ക് അറിയാം, വി ഓൾറെഡി നോ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ദാറ്റ് ഈസ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഓപ്പൺ എക്കോണമി we can freely available the factors of production within the country and abroad country.
അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ആണ്, അതേപോലെ തന്നെ ഫോറിൻ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്. ഇന്ത്യയിലുള്ള ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻസ് വിദേശ രാജ്യങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റികൾ ലഭിക്കുന്നു. അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലെ ആൾക്കാർക്ക് എന്ത് ലഭിക്കുന്നു? ഇന്ത്യയിലും അതിനുള്ള ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇന്ത്യയിലും ജോലി സാധ്യതകൾ ലഭിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇന്ത്യയിലുള്ള എത്രയോ ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അത് ഓപ്പൺ എക്കോണമി ആയതുകൊണ്ടാണ്. അപ്പോൾ ഓപ്പൺ എക്കോണമി ആയതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാർ, വ്യക്തികൾ എന്ത് ചെയ്യുന്നുണ്ട്? വിദേശ രാജ്യങ്ങളിൽ തൊഴിലവസരങ്ങൾ കിട്ടുന്നു. അപ്പോൾ ഏത് മാർക്കറ്റ് ലിങ്കേജസ് അതാണ് അവിടെ കാണിക്കുന്നത്? ഫാക്ടർ മാർക്കറ്റ് ലിങ്കേജ് ആണ്. നമ്മുടെ ഇവിടെയുള്ള ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ്റെ മറ്റു രാജ്യങ്ങളിലേക്ക് ജോലികൾ ചെയ്യാൻ പോകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഫാക്ടർ മാർക്കറ്റ് ലിങ്കേജസിലേക്ക് വരുന്നു. ഇനി ഓപ്പൺ എക്കോണമി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഓപ്പൺ എക്കോണമിയിൽ മെയിനായിട്ട് നടക്കുന്ന പ്രോസസ്സ് എന്താ? എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടാണ്. എക്സ്പോർട്ട് നടക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയും വിദേശ രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ പ്രോഡക്റ്റിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് എന്താണോ അത് വിദേശ കറൻസിയുടെ രൂപത്തിൽ ഇന്ത്യയിലേക്ക് നൽകുന്നു. അപ്പോൾ ഇന്ത്യയിലെ അഗ്രിഗേറ്റ് ഇൻകം എന്തായിരുന്നു? അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് വർദ്ധിക്കുന്നു. ഇന്ത്യയിലേക്ക് ഫോറിൻ കറൻസിയുടെ ഇൻഫ്ലോ ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 3 ടേമുകൾ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതാണ് ലീക്കേജസ്, ഇഞ്ചക്ഷൻ ആൻഡ് ഓപ്പൺനെസ് ഓഫ് ആൻ എക്കോണമി. നമുക്ക് ഇന്ത്യൻ എക്കോണമിയിലേക്ക് ഫോറിൻ കറൻസിയുടെ ഇഞ്ചക്ഷൻ ഉണ്ടാകുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സ്പോർട്ടിലൂടെ നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് വർദ്ധിക്കുകയും ഫോറിൻ കറൻസിയുടെ ഒരു ഇൻഫ്ലോ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ രാജ്യങ്ങളിലെ വിദേശ കറൻസി ഇന്ത്യയിലേക്ക് ഇൻഫ്ലോ ചെയ്യുന്നു. ഇഞ്ചക്റ്റഡ് ടു ഇന്ത്യ, ഫോറിൻ കറൻസി ഇഞ്ചക്റ്റഡ് ടു ഇന്ത്യ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നു. അപ്പോൾ എക്സ്പോർട്ട് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുമ്പോൾ എക്കോണമിയിലേക്ക് ഉണ്ടാക്കുന്ന എന്താണ്? ഇഞ്ചക്ഷൻ ഓഫ് ദ ഫോറിൻ കറൻസിയുടെ ഒരു ഇഞ്ചക്ഷൻ, നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിലേക്കുള്ള ഒരു കുത്തിവെപ്പ്, ഇന്ത്യൻ ഫോറിൻ കറൻസിയുടെ ഒരു കൂടുതലായിട്ടുള്ള വരവ് ഉണ്ടാകുന്നു. ദെൻ നമ്മൾ ലീക്കേജസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, ലീക്കേജസിൽ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, വിദേശ രാജ്യങ്ങളിലെ പ്രോഡക്റ്റ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ കറൻസി അല്ലെങ്കിൽ നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അമേരിക്കയിലേക്ക് നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നതാണെങ്കിൽ അമേരിക്കയ്ക്ക് ഡോളർ നമുക്ക് നമ്മുടെ റിസർവ് ബാങ്ക് അല്ലെങ്കിൽ നമ്മുടെ ഫോറിൻ കറൻസി സൂക്ഷിച്ചിരുന്ന ഡോളർ നമുക്ക് നൽകേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിക്കുമ്പോൾ അത് എന്താണ്? ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അത് ലീക്കേജസ് ആണ്. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ലീക്കേജസ് ആണ്, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇഞ്ചക്ഷൻസ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ എക്കോണമിയുടെ ഓപ്പൺനെസ് ഓഫ് എൻ എക്കോണമി, നമ്മൾ എത്രത്തോളം ഓപ്പൺ എക്കോണമിയാണ് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം വിദേശ രാജ്യങ്ങളിലേക്ക് ഓപ്പൺ ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് നമ്മൾ ഇവിടുത്തെ GDPയുടെ റേഷ്യോ നോക്കിയിട്ടൊക്കെയാണ്. നമ്മൾ എക്സ്പോർട്ടിലൂടെ ഇമ്പോർട്ടിലൂടെ ഒക്കെ കിട്ടുന്ന വരുമാനം നമ്മുടെ GDPയുടെ അളവ് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ GDPയുടെ അളവ് വർദ്ധിക്കും തോറും നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇന്ത്യൻ എക്കോണമി എത്രത്തോളം ഓപ്പൺ ആണ് എന്നുള്ളത് ഉള്ള ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓപ്പൺ എക്കോണമി, ദ മാക്രോ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കൺസെപ്റ്റുകളാണ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ബാലൻസ് ഓഫ് ട്രേഡും ബാലൻസ് ഓഫ് പേയ്മെൻറ്റും വളരെ കോറിലേറ്റഡ് ആണ്. നമുക്ക് ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ആണ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ യഥാർത്ഥത്തിൽ എന്തും കൂടി ഉൾക്കൊള്ളുന്നുണ്ട്? ബാലൻസ് ഓഫ് ട്രേഡും കൂടി ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ഷോർട്ട് ഫോം BOP എന്നതാണ്. BOP, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്നതാണ്. നോക്കാം. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഈസ് എ summary record of countries' monetary transactions with the rest of the world in an year. Balance of payment is a summary record of countries' monetary transaction. ഒരു രാജ്യത്തിൻ്റെ പണപരമായിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും, മോണിറ്ററി ട്രാൻസാക്ഷൻസിൻ്റെ ഒരു സമ്മറി റെക്കോർഡാണ് അല്ലേ
ഇൻ എ വേൾഡ് ഇൻ എൻ ഇയർ, ഒരു വർഷത്തിൽ ഒരു രാജ്യത്തിലെ വിദേശ രാജ്യങ്ങളുമായിട്ട് നടക്കുന്ന മോണിറ്ററി ട്രാൻസാക്ഷൻ്റെ ഒരു സമ്മറിയാണ് ഏതെന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്? ഇറ്റ് ഇൻക്ലൂഡ് ബോത്ത് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ ഐറ്റം. കണ്ണിന് കാണാൻ കഴിയുന്ന പ്രോഡക്റ്റുകളും കണ്ണിന് കാണാൻ കഴിയാത്ത പ്രോഡക്റ്റുകളും, വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ. ഇപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ്, ഗുഡ്സ് എന്ന് പറയുന്നത് നമുക്ക് വിസിബിൾ ആണ്, ബട്ട് വി കനോട്ട് വിസിബിൾ ദ സർവീസസ്. ബാങ്കിങ്, ഷിപ്പിംഗ്, അല്ലേ, ഇൻഷുറൻസ്, ഇതൊക്കെ നമുക്ക് എന്താണ്? സർവീസ് സേവനങ്ങളാണ്, ഇൻവിസിബിൾ ഐറ്റമാണ്. എന്നാൽ പ്രോഡക്റ്റിൻ്റെ മിഷനറി, അതേപോലെ തന്നെ ഗുഡ്സ്, ഇതൊക്കെ നമുക്ക് വിസിബിൾ ആയിട്ട്, നമുക്കിത് ഒരു എക്സാമ്പിളിലൂടെ നമുക്കിതിൽ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് വിസിബിൾ ഐറ്റത്തിൻ്റെയും ഇൻവിസിബിൾ ഐറ്റവും ഏത് ചെയ്യുന്നുണ്ട്? ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇതിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ടിനെ പ്രധാനമായിട്ടും കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, എറേഴ്സ് ഓഫ് ഒമിഷൻ അക്കൗണ്ട്, സെറ്റിൽമെൻറ്റ് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ അക്കൗണ്ടുകൾ എന്നുള്ള രൂപത്തിൽ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ടിനെ കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, എറേഴ്സ് ഓഫ് ഒമിഷൻ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അക്കൗണ്ടുകൾ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് കറണ്ട് അക്കൗണ്ടാണ്. കറണ്ട് അക്കൗണ്ടിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ദ കറണ്ട് അക്കൗണ്ട് കൺസിസ്റ്റ് ഓഫ് ഓൾ ദ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ട്രേഡ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് പേയ്മെന്റ്. കറണ്ട് അക്കൗണ്ട് കൺസിസ്റ്റ് ഓഫ്, കറണ്ട് അക്കൗണ്ടിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത്? ഓൾ ദ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു ദ ട്രേഡിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ദ ട്രാൻസ്ഫർ ഓഫ് പേയ്മെന്റ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും, അല്ലേ, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും എന്ത് ചെയ്യുന്നുണ്ട്? ട്രേഡും, അതേപോലെ തന്നെ എന്തും കൂടി ഉൾപ്പെടുന്ന ട്രാൻസ്ഫർ ഓഫ് പേയ്മെന്റ്. ട്രാൻസ്ഫർ ഓഫ് പേയ്മെന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താ? ഈസ് എ യൂണിലാറ്ററൽ പേയ്മെന്റ്സ്. നമുക്ക് കിട്ടുന്ന പെൻഷൻസ്, ഡിവിഡൻഡ്, ഗിഫ്റ്റുകൾ ഒക്കെ എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ഓഫ് പേയ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ ദ കറണ്ട് അക്കൗണ്ട്, നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് അക്കൗണ്ടിനെ 3 അക്കൗണ്ടുകളാക്കി മാറ്റിയിട്ടുണ്ട്. കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, എറേഴ്സ് ഓഫ് ഒമിഷൻ അക്കൗണ്ട്, അല്ലെങ്കിൽ എറേഴ്സ് ഓഫ് അല്ലെങ്കിൽ സെറ്റിൽമെന്റ് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 3-4 അക്കൗണ്ടുകളാക്കിയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 3 നമുക്ക് ഈ ഒരു ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ കറണ്ട് അക്കൗണ്ട് കൺസിസ്റ്റ് ഓഫ് ഓൾ ദ ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു ദ ട്രേഡ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് പേയ്മെന്റ്. ഇതിൽ ഗുഡ്സ് ആൻഡ്, നമുക്ക് ഇതിന്റെ ഡീറ്റെയിലേക്ക് നോക്കാം. ഗുഡ്സ് ഓർ കൊമോഡിറ്റീസ് ആർ ട്രേഡ് കോൾഡ് ദ വിസിബിൾ. അപ്പോൾ ഗുഡ്സ് ആൻഡ് കൊമോഡിറ്റി, സാധനങ്ങൾ, ഇതൊക്കെ നമ്മൾ അതിലെന്താ? വിസിബിൾ ഐറ്റം ആണ്. ട്രേഡ് ഇൻ ഗുഡ്സ് ഇൻക്ലൂഡ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്സ് ഓഫ് ദി ഗുഡ്. അപ്പോൾ നമ്മളിതിൽ പറഞ്ഞു ട്രേഡ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ട്രേഡ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസിൽ വിസിബിൾ ഐറ്റത്തിൻ്റെയും ഇൻവിസിബിൾ ഐറ്റത്തിൻ്റെയും ട്രേഡ്, അല്ല, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ട്രേഡ് ഇവിടെ ഏതിൽ രേഖപ്പെടുത്തുന്നത്? ഏത് അക്കൗണ്ടിലാണ് രേഖപ്പെടുത്താറ്? കറണ്ട് അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തുക. അപ്പോൾ സർവീസസ് എന്നതൊക്കെ പറയുന്നു ട്രാവൽ, ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, ഇൻഷുറൻസ് എക്സെട്ര ആർ ദ ഇൻവിസിബിൾ ഐറ്റം ഓർ ദ സർവീസ് ഐറ്റംസ്. അപ്പോൾ നമ്മൾ കറണ്ട് അക്കൗണ്ടിൽ ഉൾക്കൊള്ളിക്കുന്നത് എന്തൊക്കെയാണ്? ട്രേഡ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. ആ ഗുഡ്സ് ആൻഡ് സർവീസസിൽ ഗുഡ്സ് ആൻഡ് സർവീസ്, ഗുഡ്സ് ഒക്കെ എന്ന് പറയുന്നത് വിസിബിൾ ഐറ്റവും സർവീസസ് എന്ന് പറയുന്നത് ഇൻവിസിബിൾ ഐറ്റവും. അപ്പോൾ കറണ്ട് അക്കൗണ്ടിൽ ഉൾക്കൊള്ളിക്കുന്നത് വിസിബിൾ ഐറ്റത്തിൻ്റെയും ഇൻവിസിബിൾ ഐറ്റത്തിൻ്റെയും ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ എന്താ? ട്രാൻസാക്ഷൻസ്, ഓൾ ദ ട്രാൻസാക്ഷൻസിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഒപ്പം ട്രേഡ് ഇൻ സർവീസസ് ഇൻക്ലൂഡ് ദ ഫാക്ടർ ഇൻകംസ് ആൻഡ് നോൺ ഫാക്ടർ ഇൻകം ട്രാൻസാക്ഷൻ. അപ്പോൾ അതിൽ ട്രേഡിൽ ഫാക്ടർ ഇൻകം ഉണ്ട്, എല്ലാ ഫാക്ടേഴ്സ് പ്രൊഡക്ഷനും കിട്ടുന്നതുണ്ട്, അതേപോലെ തന്നെ നോൺ ഫാക്ടർ ഇൻകംസും അതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ദെൻ ട്രാൻസ്ഫർ ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു തിയറി ഇതിൽ പറയുന്നുണ്ട്. ആർ ദ യൂണിലാറ്ററൽ പേയ്മെന്റ്സ് മെയ്ഡ് ബൈ ദ ഫോറിനേഴ്സ് ആൻഡ് റിസീവ്ഡ് ഫ്രം ദ ഫോറിനേഴ്സ്. അല്ലേ, നമുക്ക് ഫോറിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിലത്തെ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക്, ഇപ്പോൾ നമുക്കറിയാം സുനാമിയും അതേപോലെ തന്നെ നമ്മുടെ പ്രളയങ്ങളൊക്കെ വന്ന സമയത്ത് വിദേശ രാജ്യങ്ങൾ പലതും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ സഹായിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ഏതിൽ വരുന്നു? ട്രാൻസ്ഫർ ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്ന ട്രാൻസാക്ഷനിൽ അല്ലെങ്കിൽ അക്കൗണ്ടിലേക്കാണ് അത് പോകുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ യൂണിലാറ്ററൽ പേയ്മെന്റ്സ്. യൂണിലാറ്ററൽ പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക്, ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടുന്നത്,
ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും എന്നുണ്ട് പറയുന്നുണ്ട്. ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒരു സേവനങ്ങളോ കാര്യങ്ങളൊന്നും ചെയ്യാതെ എന്തെങ്കിലും നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി വിദേശ രാജ്യങ്ങൾ നൽകുന്ന ഗിഫ്റ്റുകളോ അല്ലെങ്കിൽ അവർ നൽകുന്ന ചില കോമ്പൻസേഷൻ ഫണ്ടുകളൊക്കെ ഏതിലേക്ക് ഉൾപ്പെടുന്നു? ട്രാൻസ്ഫർ പേയ്മെൻറ്റിലേക്ക് വരുന്നു. മെയ്ഡ് ടു ദ ഫോറിനേഴ്സ് ആൻഡ് റിസീവ്ഡ് ഫ്രം ദ ഫോറിനേഴ്സ് അല്ലേ? നമുക്ക് ഫോറിനേഴ്സ് നമുക്ക് തരുന്നതും അതേപോലെ തന്നെ ഫോറിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് കിട്ടുന്നതും അതിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നു? ഗിഫ്റ്റ്, റെമിറ്റൻസ് ആൻഡ് ഗ്രാൻഡ് ഒക്കെ ഏതിലേക്ക് വരുന്നിട്ടുണ്ട്? കറണ്ട് അക്കൗണ്ടിൽ വരുന്നുണ്ട്. ഇനി കറണ്ട് അക്കൗണ്ടിനെ കുറിച്ചുള്ള ബാക്കിയും കൂടിയുള്ള ഡീറ്റെയിൽ നോക്കാം. Import of goods result in expenditure of a country which lead to decrease in the domestic demand. അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ കറണ്ട് അക്കൗണ്ടിൽ നമ്മൾ ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് പറഞ്ഞത്? കറണ്ട് അക്കൗണ്ടിൽ ദ ട്രേഡ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ്, ദാറ്റ് ഈസ് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ ഐറ്റം. അതോടൊപ്പം തന്നെ ഏതും കൂടി അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്? ട്രാൻസ്ഫർ ഓഫ് പേയ്മെൻറ്റ്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് പേയ്മെൻ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്ന കാര്യം കൂടിയും ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിലാണ് അതൊക്കെ രേഖപ്പെടുത്താറ്. ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് റിസൾട്ട് ഇൻ എക്സ്പെൻഡിച്ചർ ടു ദ കൺട്രി വിച്ച് ലീഡ് ടു ഡിക്രീസ് ഇൻ ദ ഡൊമസ്റ്റിക് ഡിമാൻഡ് ഫോർ ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് റിസൾട്ട് എക്സ്പെൻഡിച്ചർ ടു ദ കൺട്രി നമ്മുടെ രാജ്യത്തിൻ്റെ വരുന്നു. ദിസ് ലീഡ്സ് എന്താ അത് കാരണമാക്കുന്നത്? ഡിക്രീസ് ഇൻ ദ ഡൊമസ്റ്റിക് ഡിമാൻഡ് ഫോർ ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മുടെ ഡൊമസ്റ്റിക് ഡിമാൻഡ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു അല്ലേ? ഡിക്രീസ് leads to decrease in the domestic demand for goods and services. On the other hand, export brings the income to the country which lead to increase in the domestic demand for goods and services. നമുക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡൊമസ്റ്റിക് ഡിമാൻഡിന് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഡൊമസ്റ്റിക് ഡിമാൻഡ് ഗുഡ്സിൻ്റെ ഡിമാൻഡുകൾ ഇൻക്രീസ് ചെയ്യുകയും അത് കൂടുതൽ ഇന്ത്യൻ എക്കോണമിയിലേക്ക് വരുമാനം കൊണ്ടുവരികയും ചെയ്യുന്നു. ഇനി കറണ്ട് അക്കൗണ്ടിൻ്റെ അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങളുടെ ബുക്കിലുള്ളത് തന്നെയാണ്. ഇത് മാറി വന്ന അല്ലെങ്കിൽ പഴയ ടെക്സ്റ്റ് ബുക്കിലില്ല, പുതിയ ടെക്സ്റ്റ് ബുക്കിലാണുള്ളത്. കറണ്ട് അക്കൗണ്ടിനെ ട്രേഡ് ഇൻ ഗുഡ്സ്, ട്രേഡ് ഇൻ സർവീസ്, ട്രാൻസ്ഫർ പേയ്മെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ഉൾക്കൊള്ളുന്നതാണ് കറണ്ട് അക്കൗണ്ടിൽ. അപ്പോൾ അതിലെ ഗുഡ്സുകൾ ഏതൊക്കെയാണ്? ഇമ്പോർട്ട് ഓഫ് ഗുഡ്സും എക്സ്പോർട്ട് ഓഫ് ഗുഡ്സും. ഇറ്റ്സ് ഓൺലി ദ വിസിബിൾ ഐറ്റം. ദെൻ ട്രേഡ് ഇൻ സർവീസസിൽ ഇൻവിസിബിൾ ഐറ്റംസ് ആണ് അല്ല, ഇൻവിസിബിൾ ഐറ്റം അതിൽ ഫാക്ടർ ഇൻകം വരുന്നത്, നെറ്റ് നോൺ ഫാക്ടർ ഇൻകം. ഇത് രണ്ടും നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഫാക്ടർ ഇൻകംസ് വരുന്നുണ്ട്, നെറ്റ് നോൺ ഫാക്ടർ ഇൻകംസ് അതിൽ വരുന്നത്. ഇനി നെറ്റ് നോൺ ഫാക്ടർ ഇൻകം അല്ലെങ്കിൽ ആ ഫാക്ടർ ഇൻകത്തിനെ ഒന്നും കൂടിയും ഇലാബറേറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട്. നെറ്റ് ഇൻകം ഫ്രം വേജസ് ഓഫ് ദ എംപ്ലോയീസ്, നെറ്റ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഇതിൽ നെറ്റ് ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത് ഇത് ഇന്ത്യയിൽ നിന്ന് പലതരത്തിലുള്ള ആൾക്കാർ വിദേശത്തേക്ക് ജോലിക്ക് പോയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവരയച്ചു തരുന്ന ഇൻകം ഒക്കെ നമ്മുടെ എന്താണ്? ഈ കറണ്ട് അക്കൗണ്ടിലാണ് രേഖപ്പെടുത്താറ്. നെറ്റ് ഇൻകം ഫ്രം ദ വേജസ് ഓഫ് എംപ്ലോയി ആൻഡ് നെറ്റ് ഇവിടെ എന്താ മറ്റൊരു ടേം കൂടി പറയുന്നത് നെറ്റ് ഇൻകം ഫ്രം ദ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ നെറ്റ് ഇൻകം ഫ്രം ദ ഇൻവെസ്റ്റ്മെൻറ്റും നെറ്റ് ഇൻകം ഫ്രം വേജസും ഏതിലാണ്? നെറ്റ് ഫാക്ടർ ഇൻകത്തിലാണ് വരുന്നത്. അതേപോലെ തന്നെ നെറ്റ് നോൺ ഫാക്ടർ ഇൻകത്തിൽ വരുന്നതാണ് ഇൻകം ഫ്രം ദ ഷിപ്പിംഗ്, ബാങ്കിങ്, ഇൻഷുറൻസ് എക്സെട്ര. നെറ്റ് നോൺ ഫാക്ടർ ഇൻകം, അതായത് ഇതെല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നു? സർവീസസ് അല്ലെങ്കിൽ ഇൻവിസിബിൾ ഐറ്റത്തിൽ വരുന്നതാണ് ഈ കാറ്റഗറിയൊക്കെ. അതേപോലെ തന്നെ ട്രാൻസ്ഫർ പേയ്മെൻറ്റിന് നമ്മൾ ട്രാൻസ്ഫർ പേയ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി തിയറി പറഞ്ഞതാണ്. എന്തായിരുന്നു പറഞ്ഞിട്ടുള്ളത്? ഇവിടെ പറയുന്നുണ്ട് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ആർ യൂണിലാറ്ററൽ പേയ്മെൻറ്റ്സ് മെയ്ഡ് ടു ദ ഫോറിനേഴ്സ് ആൻഡ് റിസീവ്ഡ് ഫ്രം ദ ഫോറിനേഴ്സ് അല്ലേ? അത് ഫോറിനേഴ്സ് നമുക്ക് നൽകുന്നതാണ്, ഗിഫ്റ്റുകളായിട്ടും ഗ്രാൻറ്റുകളായിട്ടൊക്കെ നൽകുന്നതാണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ഇവിടെ പറയുന്നത് ഗിഫ്റ്റ്, ദ റെമിറ്റൻസ് ആൻഡ് ദ ഗ്രാൻഡൊക്കെ ഏത് ഭാഗത്തായിട്ട് വരുന്നത്? ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നു. ഇനി നമുക്ക് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അല്ലെ, കറണ്ട് അക്കൗണ്ട് എങ്ങനെയാണ് ബാലൻസ് എന്നുള്ളത് രീതിയിലേക്ക് നോക്കാം. നമുക്ക് കറണ്ട് അക്കൗണ്ടിലൂടെ റെസിപ്റ്റുകൾ ഇൻകം ലഭിക്കുന്നുണ്ട്. അതിന് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? കറണ്ട് അക്കൗണ്ട് റെസിപ്റ്റുകൾ എന്ന് വിളിക്കുന്നു. ദ ഇൻകം ഏൺഡ് ത്രൂ ദി കറണ്ട് അക്കൗണ്ട് ഇറ്റ് ഈസ് നോൺ ആസ് കറണ്ട് അക്കൗണ്ട് റെസിപ്റ്റുകൾ എന്ന് പറയും. അതേപോലെ തന്നെ കറണ്ട് അക്കൗണ്ടിലൂടെ വരുന്ന ചെലവുകൾ വരുന്നുണ്ട്. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? കറണ്ട് അക്കൗണ്ട് എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് വിളിക്കും. നമുക്കിവിടെ നോക്കാം. ദ റെസിപ്റ്റ് ഫ്രം കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആർ കോൾഡ് കറണ്ട് റെസിപ്റ്റുകൾ എന്ന് വിളിക്കുന്നു. Then payment on current account transaction are called current account payment or expenditures എന്ന് വിളിക്കുന്നു.
ഇനി ഇതിൽ പറയുന്ന കാര്യങ്ങൾ കറണ്ട് അക്കൗണ്ട് റെസിപ്റ്റ് കൂടുതലാകുമ്പോഴും അതേപോലെ തന്നെ എക്സ്പെൻഡിച്ചർ കൂടുതലാകുമ്പോഴും ഇതിൽ ചില ടേമുകൾ വരുന്നുണ്ട്, അത് വിശദീകരിക്കാം. If country's current receipts are more than the current payments, it is called current account surplus എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടേം പറയുന്നു കറണ്ട് അക്കൗണ്ട് സർപ്ലസ് എന്ന് പറയുന്ന ടേം. കറണ്ട് അക്കൗണ്ട് സർപ്ലസ് എന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ട് റെസിപ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ കറണ്ട് അക്കൗണ്ട് പേയ്മെന്റ്. കറണ്ട് അക്കൗണ്ട് റെസിപ്റ്റ് കറണ്ട് അക്കൗണ്ട് പേയ്മെന്റിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കുന്നു? കറണ്ട് അക്കൗണ്ട് സർപ്ലസ് എന്നുള്ള ടേം ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ ഇഫ് കൺട്രീസ് കറണ്ട് അക്കൗണ്ട് പേയ്മെന്റ്സ് ആർ മോർ ദാൻ ദ റെസിപ്റ്റ്, പേയ്മെന്റ് നമ്മൾ കറണ്ട് അക്കൗണ്ടിലൂടെ കൊടുക്കുന്ന പേയ്മെന്റ് കറണ്ട് അക്കൗണ്ട് റെസിപ്റ്റിനേക്കാൾ കൂടുതലാവുകയാണെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നു. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇഫ് കൺട്രീസ് കറണ്ട് പേയ്മെന്റ്സ് ആർ മോർ ദാൻ ദ കറണ്ട് റെസിപ്റ്റ് ഈസ് കോൾഡ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയും. അപ്പോൾ പേയ്മെന്റ് റെസിപ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ഡെഫിസിറ്റും, റെസിപ്റ്റ് പേയ്മെന്റിനേക്കാൾ കൂടുതലാണെങ്കിൽ കറണ്ട് അക്കൗണ്ട് സർപ്ലസ് എന്ന് പറയുന്നു. ഇഫ് റെസിപ്റ്റ് ഓഫ് എ കറണ്ട് അക്കൗണ്ട് ആർ ഈക്വൽ ടു ദ കറണ്ട് അക്കൗണ്ട് പേയ്മെന്റ് ഇറ്റ് ഈസ് കോൾഡ് കറണ്ട് അക്കൗണ്ട് ബാലൻസ്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ബാലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? പേയ്മെന്റും റെസിപ്റ്റും തുല്യമാകുന്ന സിറ്റുവേഷനെ നമ്മൾ എന്തെന്ന് വിളിക്കും? കറണ്ട് അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നു. കറണ്ട് അക്കൗണ്ട് സർപ്ലസ് അല്ലേ? ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം നിങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ട് വരുന്ന ഒരു സെൻറ്റൻസ് ഇതിൽ പറയുന്നുണ്ട്. എ കൺട്രീസ് കറണ്ട് അക്കൗണ്ട് സർപ്ലസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ കൺട്രി ഈസ് ലെൻഡർ ടു അതർ കൺട്രി. എ കറണ്ട് അക്കൗണ്ട് സർപ്ലസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ കൺട്രി ഈസ് ലെൻഡർ ടു അതർ കൺട്രീസ് അല്ലേ? മറ്റ് രാജ്യങ്ങളിലേക്ക് നമ്മൾ കറണ്ട് അക്കൗണ്ട് സർപ്ലസ് കാണിക്കുകയാണെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് നമ്മൾ എന്ത് കൺട്രി ഈസ് എ ലെൻഡർ ടു അതർ കൺട്രി, മറ്റ് രാജ്യങ്ങളെ സഹായിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലെൻഡർ ചെയ്യുന്ന രാജ്യമായിട്ടിരുന്നു. ഓൺ ദ അതർ ഹാൻഡ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഇൻഡിക്കേറ്റ്, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണെങ്കിൽ ദാറ്റ് കൺട്രി ഈസ് ദ ബോറോവർ ഫ്രം അതർ കൺട്രി. ഇനി കറണ്ട് അക്കൗണ്ട് സർപ്ലസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കടം കൊടുക്കുന്ന ആൾക്കാരും, നമ്മൾ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടം വാങ്ങിക്കുന്നതുമാണ് എന്ത് കാണിക്കുന്നത്? നമ്മുടെ കറണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത്. നമുക്ക് കറണ്ട് അക്കൗണ്ടിനെ കുറിച്ച് ഒന്നുകൂടി വിശദീകരിക്കാം. കറണ്ട് അക്കൗണ്ടിൽ 3 ട്രാൻസാക്ഷൻസ് ആണുള്ളത്. ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും ട്രാൻസ്ഫർ പേയ്മെൻറ്റിൻ്റെയും ട്രാൻസാക്ഷൻസൊക്കെ എല്ലാം എന്തിൽ കറണ്ട് അക്കൗണ്ടിൽ ഉൾക്കൊള്ളിക്കുന്നു. ഇപ്പോൾ കറണ്ട് അക്കൗണ്ട് സർപ്ലസ് ഉണ്ട്, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഉണ്ട്, കറണ്ട് അക്കൗണ്ട് ഈക്വലായിട്ട് വരുന്നുണ്ട്. കറണ്ട് അക്കൗണ്ട് സർപ്ലസ് എങ്ങനെയാണ് വരിക? കറണ്ട് അക്കൗണ്ട് റെസിപ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ കറണ്ട് അക്കൗണ്ട് പേയ്മെൻറ്റ് ഓർ കറണ്ട് അക്കൗണ്ട് നമ്മൾ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറയും. അതേപോലെ തന്നെ ഡെഫിസിറ്റ് കറണ്ട് അക്കൗണ്ട് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ കറണ്ട് അക്കൗണ്ട് പേയ്മെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ റെസിപ്റ്റ്. ഇനി ഇത് രണ്ടും തുല്യമാകുന്ന സിറ്റുവേഷനെ നമ്മൾ കറണ്ട് അക്കൗണ്ട് ബാലൻസ് ആകുന്നു പറയും. കറണ്ട് അക്കൗണ്ട് സർപ്ലസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ദ ലെൻഡർ ടു ദ അതർ കൺട്രി, മറ്റ് രാജ്യങ്ങളെ സഹായിക്കുന്ന ഒരു കടം കൊടുക്കുന്ന ഒരു രാജ്യമായിട്ട് നമ്മൾ മാറുന്നു. നമ്മൾ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണെന്നുണ്ടെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടം വാങ്ങിക്കുന്ന ഒരു രാജ്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അടുത്തതാണ് നമ്മൾ ബാലൻസ് അല്ലേ, ഇവിടെ കോമ്പോണൻസ് ഓഫ് ബാലൻസ് ഓഫ് കറണ്ട് അക്കൗണ്ടിലേക്ക് വരുന്നത്. അതിലെ 2 ടേമുകൾ നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇത് പണ്ടത്തെ നിങ്ങളുടെ മുന്നത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് വന്നിരുന്നത് ഇതായിരുന്നു. പിന്നീട് ഇപ്പോൾ നമ്മൾ ചെറിയൊരു മാറ്റം വന്നപ്പോഴാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. കണ്ടന്റിൽ മാറ്റങ്ങളൊന്നുമില്ല, ടോപ്പിക്കുകളുടെ ഒരു ഓർഡർ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്നുള്ളൂ. അപ്പോൾ നമുക്കിവിടെ കോമ്പോണൻസ് ഓഫ് ബാലൻസ് ഓഫ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് ബാലൻസ് ഓഫ് കറണ്ട് അക്കൗണ്ട് 2 കോമ്പോണൻറ്റ് 2 ഭാഗങ്ങളുണ്ട്. ബാലൻസ് ഓഫ് ട്രേഡും ബാലൻസ് ഓഫ് ഇൻവിസിബിൾസും. ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് വിസിബിൾ ഐറ്റം ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ബാലൻസ് ഓഫ് ഇൻവിസിബിൾ എന്ന് പറയുന്നത് ഇൻവിസിബിൾ ഐറ്റത്തിൻ്റെ ട്രാൻസാക്ഷൻ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം ബാലൻസ് ഓഫ് ട്രേഡ്. ബാലൻസ് ഓഫ് ട്രേഡിൻ്റെ ഷോർട്ട് ഫോം BOT എന്ന് പറയുന്നു. അതിൽ വിസിബിൾ ഐറ്റം, കണ്ണിന് കാണാൻ കഴിയുന്ന ഗുഡ്സുകളുടെ ട്രാൻസാക്ഷൻസ് ആണ് ഏതിൽ ഉൾക്കൊള്ളിക്കുന്നത്? ബാലൻസ് ഓഫ് ട്രേഡിൽ ഉൾക്കൊള്ളിക്കുന്നത്. ഞാൻ ഓൾറെഡി അതിൻ്റെ മീനിങ് പറഞ്ഞു. നമുക്ക് ഇനി നമ്മൾ ഈ ബുക്കിലുള്ള എന്താണ് എന്നുള്ളത് നോക്കാം.
ബാലൻസ് ഓഫ് ട്രേഡ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് വിസിബിൾ ഇമ്പോർട്ട് ആൻഡ് ദ വിസിബിൾ എക്സ്പോർട്ട്. ഇപ്പോൾ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് വിസിബിൾ ഐറ്റത്തിൻ്റെ ട്രേഡ് നടക്കുമ്പോൾ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വിസിബിൾ ട്രേഡ് അല്ലേ, ഇവിടെ പറയുന്നുണ്ട് വാല്യൂ ഓഫ് വിസിബിൾ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. വിസിബിൾ ഗുഡ്സുകളുടെ, കണ്ണിന് കാണാൻ കഴിയുന്ന ഗുഡ്സുകളുടെ ഇമ്പോർട്ടും എക്സ്പോർട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ബാലൻസ് ഓഫ് ട്രേഡ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് വിസിബിൾ ഇമ്പോർട്ട് ആൻഡ് ദ വിസിബിൾ എക്സ്പോർട്ട് ഓഫ് ദ കൺട്രി എ ഗിവൺ പീരിയഡ് ഓഫ് ടൈം. വിസിബിൾ റെഫേഴ്സ്, ഇനി വിസിബിൾ എന്താ പറയുന്നത്, റെഫേഴ്സ് ടു ദ ഐറ്റം ആർ റെക്കോർഡഡ് ദ പോർട്ട് അല്ലേ, നമ്മുടെ പോർട്ടിൽ രേഖപ്പെടുത്തുന്ന ഐറ്റംസ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വിസിബിൾ ഐറ്റം. അതിൽ മെഷീനറി, റോ മെറ്റീരിയൽസ്, ടെക്സ്റ്റൈൽസ് ഗുഡ്സുകൾ, പ്രോഡക്റ്റുകളൊക്കെ ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നു. ഇനി മറ്റൊരു ടേം കൂടി മനസ്സിലാക്കേണ്ടത്, നമ്മളിതിൽ പറഞ്ഞു ബാലൻസ് ഓഫ് ട്രേഡിനെ കുറിച്ച് പറഞ്ഞു. ഇനി ബാലൻസ് ഓഫ് ട്രേഡിന് നമ്മൾ സർപ്ലസ് ആവാം, ഡെഫിസിറ്റ് ആവാം, ഈക്വൽ ആവാം, അതൊക്കെ വിശദീകരിക്കാം. ദ വാല്യൂ ഓഫ് കൺട്രീസ് എക്സ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഇമ്പോർട്ട്. ബാലൻസ് ഓഫ് ട്രേഡിനെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞത്, വിസിബിൾ ഗുഡുകളുടെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓൺലി ദ വിസിബിൾ ഗുഡ്സ് അല്ലേ, വിസിബിൾ ഗുഡ്സുകളുടെ എക്സ്പോർട്ട് ഇമ്പോർട്ടുമാണ് നമ്മൾ ബാലൻസ് ഓഫ് ട്രേഡിൽ പറഞ്ഞത്. ആ ബാലൻസ് ഓഫ് ട്രേഡിൽ ഇഫ് ദ വാല്യൂ ഓഫ് കൺട്രീസ് എക്സ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഇറ്റ്സ് ഇമ്പോർട്ട് ദാറ്റ് കൺട്രി ഹാസ് എ ട്രേഡ് സർപ്ലസ്. അപ്പോൾ ആ എക്കോണമിക്ക് അല്ലെങ്കിൽ ആ രാജ്യം ട്രേഡ് സർപ്ലസ് ആണ് എന്ന് പറയാൻ ഉണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും, ആ രാജ്യത്തിൻ്റെ എക്സ്പോർട്ട് ഈസ് ട്രേഡ് എക്സ്പോർട്ട് അല്ലെ വിസിബിൾ ഗുഡ്സുകളുടെ എക്സ്പോർട്ട് ഇമ്പോർട്ടിനേക്കാൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രേഡ് സർപ്ലസ് എന്ന് വിളിക്കുന്നു. ഇൻ ദിസ് കേസ്, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ദ കൺട്രി ഇൻ ദ ക്വസ്റ്റ്യൻ ഹാസ് എ ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ്. ഇപ്പോൾ ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്, ഫേവറബിൾ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു ബാലൻസ് ഓഫ് ട്രേഡ് ആണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ കൺട്രീസ് എക്സ്പോർട്ട്, വിസിബിൾ ഗുഡ്സുകളുടെ എക്സ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഇമ്പോർട്ട് അല്ലേ, ദ വാല്യൂ ഓഫ് എക്സ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഇമ്പോർട്ട്. അപ്പോൾ അതിലേത് ഗുഡുകൾ മാത്രമേ ഉള്ളൂ, വിസിബിൾ ഗുഡുകളുടെ കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മളത് പറയുന്നത് ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയും. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് രീതിയിലേക്ക് പറയുകയാണെങ്കിൽ ഇഫ് ദ വാല്യൂ ഓഫ് എക്സ്പോർട്ട് ഈസ് ലെസ് ദാൻ ദ വാല്യൂ ഓഫ് ഇമ്പോർട്ട്, ഇനി എക്സ്പോർട്ട് ഇമ്പോർട്ടിനേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കുന്നു, ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്ന ടേം, ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്ന ടേമിലേക്ക് പോകുന്നു. അപ്പോൾ ട്രേഡ് സർപ്ലസും ഉണ്ട്, ട്രേഡ് ഡെഫിസിറ്റും ഉണ്ട്. ഇപ്പോൾ ട്രേഡ് സർപ്ലസ് ആണെങ്കിൽ ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡും, ട്രേഡ് ഡെഫിസിറ്റ് ആണെങ്കിൽ അൺഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്ന ടേം. അപ്പോൾ നമ്മൾ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വിസിബിൾ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. ഇതിൽ ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് ഉണ്ട്, അല്ലെങ്കിൽ ട്രേഡ് സർപ്ലസ് ഉണ്ട്. അത് ട്രേഡ് സർപ്ലസ് ഉണ്ടാവുക എന്താ, എക്സ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഇമ്പോർട്ട്, അതിൽ വിസിബിൾ ഗുഡ്സ് മാത്രമേ ഉള്ളൂ. ദെൻ ട്രേഡ് ഡെഫിസിറ്റ് ഓർ അൺഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് എങ്കിൽ എന്ത് പറയാം, എക്സ്പോർട്ട് ഈസ് ലെസ് ദാൻ ദ ഇമ്പോർട്ട്, വിസിബിൾ ഗുഡുകളുടെ എക്സ്പോർട്ട് ഇമ്പോർട്ടിനേക്കാൾ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അൺഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് ആണ്, അല്ലെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ് ആണ് എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി ഇനി ബാലൻസ് ഓഫ് ട്രേഡ് ഈ നമ്മുടെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കുന്നു, ബാലൻസ് ഓഫ് ട്രേഡ് ബാലൻസ് ആണ്, ഈക്വൽ ആണ്. എക്സ്പോർട്ടും ഇമ്പോർട്ടും തുല്യമായിട്ടുള്ള ഒരവസ്ഥ വരികയാണെങ്കിൽ ബാലൻസ് ഓഫ് ട്രേഡ് ഈ ബാലൻസ് ആണ് അല്ലെങ്കിൽ ഈക്വൽ ആണ് എന്നുള്ള രീതിയിലേക്ക് വരുന്നു.
ഇനി നെറ്റ് ഇൻവിസിബിൾ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇൻവിസിബിൾ ഐറ്റം. ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇമ്പോർട്ട് ഓഫ് ഇൻവിസിബിൾ ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഇൻവിസിബിൾ ഓഫ് എ കൺട്രീസ് ഗിവൺ പീരിയഡ് ഓഫ് ടൈം. നമ്മൾ നേരത്തെ വിസിബിൾ ഗുഡുകളുടേതാണ് ബാലൻസ് ഓഫ് ട്രേഡിൽ പറഞ്ഞത്. ഇനി നെറ്റ് ഇൻവിസിബിളിനെ കുറിച്ചാണ്. ഇൻവിസിബിൾ റെഫേഴ്സ് ടു ദ സർവീസസ്, ട്രാൻസ്ഫേഴ്സ് ആൻഡ് ഫ്ലോ ഓഫ് ഇൻകം ബിറ്റ്വീൻ ഡിഫറെൻറ്റ് കൺട്രീസ്. ഇപ്പോൾ ഇൻവിസിബിളിൽ എന്താ റെഫേഴ്സ് ചെയ്യുന്നത്, വിശദീകരിക്കുന്നത്, റെഫേഴ്സ് ടു ദ സർവീസസ്, ട്രാൻസ്ഫേഴ്സ് ആൻഡ് ഫ്ലോ ഓഫ് ഇൻകം ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് കൺട്രീസ്. ട്രേഡ് ഇൻ സർവീസ് ഇൻക്ലൂഡ് ബോത്ത് ഫാക്ടർ ആൻഡ് നോൺ ഫാക്ടർ ഇൻകം. അപ്പോൾ നമ്മൾ ട്രേഡ് ഇൻ സർവീസസിൽ ഫാക്ടർ ഇൻകം, നോൺ ഫാക്ടർ ഇൻകംസ് വരുന്നുണ്ട്. ഫാക്ടർ ഇൻകം ഈസ് എ നെറ്റ് ഇന്റേണൽ ഏണിങ്സ് ഫ്രം ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലൈക്ക് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ആയിട്ടുള്ള ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടുന്ന ഇൻകമാണ് ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത് എന്താ, ദ ഏണിങ്സ് ഫ്രം ദ സർവീസ് പ്രോഡക്ട്സ് ലൈക്ക് ഷിപ്പിംഗ്, ബാങ്കിങ്, ഇൻഷുറൻസ് എക്സെട്ര. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഇൻവിസിബിൾസിൽ രണ്ട് തരത്തിലുണ്ട്. ഫാക്ടർ ഇൻകംസും ഉണ്ട്, അതേപോലെ തന്നെ നോൺ ഫാക്ടർ ഇൻകംസ് ഉണ്ട്. ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷനിലൂടെ ലഭിക്കുന്ന വരുമാനവും, അതേപോലെ തന്നെ നെറ്റ് ഫാക്ടർ ഇൻകംസ് എന്ന് പറയുന്നത് ഷിപ്പിംഗ്, ബാങ്കിങ്, ഇൻഷുറൻസ് എന്നിവയിലൂടെ ലഭിക്കുന്ന വരുമാനവുമാണ് ഇൻവിസിബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻവിസിബിൾ, ഇപ്പോൾ നെറ്റ് ഇൻവിസിബിൾസ് എന്ന് ഉദ്ദേശിച്ച ടേമിനെ കുറിച്ച് മനസ്സിലായല്ലോ. അപ്പോൾ ഇൻവിസിബിൾ എന്ന് പറയുന്നത് കണ്ണിന് കാണാൻ കഴിയാത്തതാണ്, വിസിബിൾ ഗുഡ്സുകളാണ്. അപ്പോൾ അതിൽ ഫാക്ടർ ഇൻകംസ് വരുന്നുണ്ട്, നെറ്റ് നോൺ ഫാക്ടർ ഇൻകംസ് വരുന്നുണ്ട്. ഫാക്ടർ ഇൻകംസ് എന്ന് പറയുന്നത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷനിലൂടെ കിട്ടുന്ന ഇൻകവും, നെറ്റ് നോൺ ഫാക്ടർ ഇൻകംസ് എന്ന് പറയുന്നത് ഷിപ്പിംഗ്, ഇൻഷുറൻസ്, ബാങ്കിങ് ഇതിലൂടെ ലഭിക്കുന്ന വരുമാനവുമാണ് ഇൻവിസിബിൾസിലൂടെ വരുന്നത്. ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമുള്ള ഭാഗമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ബാലൻസ് ഓഫ് ട്രേഡ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ഞാനതിൽ ടൈപ്പ് ചെയ്തതിൽ ഉള്ളൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് ബാലൻസ് ഓഫ് ട്രേഡ് ആണ്, ഇത് ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ആണ്. ഇവിടെ പിയും ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്, സോറി. അപ്പോൾ ഇത് ബാലൻസ് ഓഫ് ട്രേഡും അത് ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ആണ്. ബാലൻസ് ഓഫ് ട്രേഡിലും ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലുമുള്ള ഡിഫറൻസ് നോക്കാം. ഇറ്റ്സ് ഓൺലി ദ വിസിബിൾ ഐറ്റം. ഹിയർ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ വിസിബിളും ഇൻവിസിബിൾ ഐറ്റത്തിൻ്റെ ട്രാൻസാക്ഷനാണ് ഉൾക്കൊള്ളിക്കുന്നത്. ഇറ്റ് എക്സ്ക്ലൂഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ എന്താ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഇറ്റ് ഇൻക്ലൂഡ് ദ ക്യാപിറ്റൽ അക്കൗണ്ട്. ബാലൻസ് ഓഫ് ട്രേഡിൽ എക്സ്ക്ലൂഡ് ദ ക്യാപിറ്റൽ അക്കൗണ്ട്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഇൻക്ലൂഡ് ദ ക്യാപിറ്റൽ അക്കൗണ്ട്. ബാലൻസ് ഓഫ് ട്രേഡ് ഒരു നാരോവർ കൺസെപ്റ്റാണ്. ഒന്നുകൂടി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് ട്രേഡും ഒക്കെ ഉൾക്കൊള്ളുന്നതായതുകൊണ്ട് ഇത് തന്നെ ഒരു ബോർഡർ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു വിശാലമായിട്ടുള്ള അർത്ഥത്തിലുള്ള ഭാഗമാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. മേ ബി സർപ്ലസ്, ഡെഫിസിറ്റ് ഓർ ബാലൻസ്. ഇവിടെ എന്തൊക്കെയാവാം, ബാലൻസ് ഓഫ് ട്രേഡ് ചിലപ്പോൾ സർപ്ലസ് ആവാം, ഡെഫിസിറ്റ് ആവാം, ബാലൻസ് ആവാം. എന്നാൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റോ എല്ലായ്പ്പോഴും ബാലൻസ് ആയിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്തത് ഡിസ്കസ് ചെയ്യേണ്ടത് ഇതിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ ബാലൻസ് ഓഫ് ട്രേഡ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ കറണ്ട് അക്കൗണ്ട് ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, ഒഫീഷ്യൽ സെറ്റിൽമെൻറ്റ് അക്കൗണ്ട് ഉണ്ട്, എറേഴ്സ് ഓഫ് ഒമിഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ എറേഴ്സ് ഓഫ് ഒമിഷൻ എന്ന് പറയുന്ന അക്കൗണ്ടും കൂടി അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ നമ്മളതിൽ അടുത്തതാണ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നതിനെ കുറിച്ച്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ് ഓൾ ദ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു അസറ്റ്സ് ലൈക്ക് മണി, സ്റ്റോക്സ്, ബോണ്ട്സ് എക്സെട്ര. ഇറ്റ് ഷോസ് ദ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്ലൂഡ് ഓൾ ദ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു ബൈയിങ് ആൻഡ് അല്ലെങ്കിൽ ലെൻഡിങ്, ബോറോയിങ് ആൻഡ് ദ ഇൻവെസ്റ്റ്മെൻറ്റ്. ലെൻഡിങ്, ബോറോയിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അക്കൗണ്ടാണ് ഏതെന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ലെൻഡിങ് ഉണ്ട്, ബോറോയിങ് ഉണ്ട്. ലെൻഡിങ് ആൻഡ് ബോറോയിങ് ഷോർട്ട് ടേം ഉണ്ട്, അതേപോലെ തന്നെ ലോങ് ടേം ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് 2 തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു വിശാല അല്ലെങ്കിൽ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ പറയാം.
Capital account include all the international transactions relating to assets like money, stock, bond, etc. It shows the flow of capital. All the transactions like lending, borrowing, investment comes under capital account. അപ്പോൾ capital account ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ലെൻഡിങ് അല്ലേ, കടം കൊടുക്കുന്നത്, ദെൻ ബോറോയിങ് കടം വാങ്ങിക്കുന്നത്, ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് കംസ് അണ്ടർ ദ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി purchase of an asset, purchase of asset, buying a share of an American company is debt item on the capital account. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഇവിടെ പറയുന്നുണ്ട് ബൈയിങ് എ ഷെയർ ഓഫ് ആൻ അമേരിക്കൻ കമ്പനി, ഒരു അമേരിക്കൻ കമ്പനിയുടെ ഷെയർ വാങ്ങിക്കുന്നത്. അപ്പോൾ പർച്ചേസിങ് ആൻ അസറ്റ് ഏതാണ്? ഈസ് എ ഡെപ്റ്റ് ഐറ്റം ഓഫ് എ ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിലാണ് ഏത് ഉൾക്കൊള്ളിക്കുന്നത്? പർച്ചേസ് ഓഫ് എൻ അസറ്റ് എന്നുള്ള കാര്യം ഉൾക്കൊള്ളിക്കുന്നത്. ഈസ് എ ഡെബിറ്റ് ഐറ്റം ഓഫ് ദ ക്യാപിറ്റൽ അക്കൗണ്ട്. ആൻഡ് സെയിൽ ഓഫ് അസറ്റ്, അപ്പോൾ സെല്ലിംഗ് ദ ഷെയർ ഓഫ് എ ഇന്ത്യൻ കമ്പനി ടു ബ്രിട്ടീഷ് കസ്റ്റമർ. ഇന്ത്യൻ കമ്പനിയുടെ ഒരു ഷെയർ വിദേശത്തുള്ള ഒരു കസ്റ്റമർക്ക്, ഒരു മെമ്പർക്ക്, ഒരു വ്യക്തിക്ക് വിൽക്കുകയാണെങ്കിൽ അത് ക്രെഡിറ്റ് ഐറ്റം അല്ല, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ഐറ്റവും. എന്നാൽ അമേരിക്കയുടെ ഒരു ഷെയർ ഇന്ത്യയിലുള്ള ഒരു വ്യക്തി വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഏത് അക്കൗണ്ടിലാണ് രേഖപ്പെടുത്താറ്? അതിൻ്റെ ഡെബിറ്റ് സൈഡിലും. എന്നാൽ നമ്മൾ ഇന്ത്യൻ കമ്പനിയുടെ ഒരു ഷെയർ വിദേശത്തുള്ള ഒരു പൗരന് അല്ലെങ്കിൽ വ്യക്തിക്ക് വിൽക്കുകയാണെങ്കിൽ അത് ക്രെഡിറ്റ് ഐറ്റം ഓഫ് എ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള രൂപത്തിലേക്കും വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ക്ലിയർ അല്ലേ? അടുത്തത് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് കോമ്പോണൻസുകളാണ്. കോമ്പോണൻസുകൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബോർഡ് നോക്കിയാൽ കാണാം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ബോറോയിങ് ഉണ്ട്, ദെൻ എക്സ്റ്റേണൽ അസറ്റുകളുണ്ട്. അപ്പോൾ ലെൻഡിങ്, ബോറോയിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് യഥാർത്ഥത്തിൽ ക്യാപിറ്റൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് രണ്ട് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും അതേപോലെ തന്നെ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റും. ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ദ ഇക്വിറ്റി ക്യാപിറ്റൽ എക്സെട്ര. വിദേശ കമ്പനികൾ ഇന്ത്യൻ കമ്പനികളിൽ അല്ലെങ്കിൽ വിദേശ കമ്പനികൾ ഇന്ത്യൻ കമ്പനികളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെ എന്തെന്ന് വിളിക്കുന്നു? ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നു. എന്നാൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വിദേശ കമ്പനികൾ ഇന്ത്യൻ ഗവൺമെൻറ് ഇറക്കുന്ന ബോണ്ടുകളിലോ ഷെയറുകളിലോ ഡിബഞ്ചേഴ്സുകളോ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. ദാറ്റ് ഈസ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വിദേശ കമ്പനികൾ RBI ഇറക്കുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് ഇറക്കുന്ന ബോണ്ടുകളിലോ ഡിബഞ്ചേഴ്സുകളിലോ സെക്യൂരിറ്റികളിലോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നു. അതിനെ ഓഫ് ഷോർ ഫണ്ട്സ് എന്നുള്ള രീതിയിൽ വിളിക്കുന്നു. ഇനി എക്സ്റ്റേണൽ ബോറോയിങ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോയിങ്, ഷോർട്ട് ടേം ഡെറ്റ് അല്ലെങ്കിൽ നമ്മുടെ വിദേശത്ത് നിന്ന് നമ്മൾ പൈസ കടം വാങ്ങിക്കുന്നതാണ് എക്സ്റ്റേണൽ ബോറോയിങ് എന്ന് പറയുന്നത്. ദെൻ എക്സ്റ്റേണൽ അസിസ്റ്റൻറ്റ്, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നമുക്ക് അവരുടെ സഹായങ്ങൾ സ്വീകരിക്കൽ, ദ ഗവൺമെൻറ് എയ്ഡ്, മൾട്ടിലാറ്ററൽ അല്ലെങ്കിൽ ബൈലാറ്ററൽ ലോൺസ് ഒക്കെ എക്സ്റ്റേണൽ അസിസ്റ്റൻസ് എന്നുള്ള രൂപത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. Capital account is the balance of capital inflow from foreign countries are equal to the capital outflow. അപ്പോൾ ക്യാപിറ്റൽ ഇൻഫ്ലോയും ക്യാപിറ്റൽ ഔട്ട്ഫ്ലോയും തുല്യമാകുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു? ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് എ ബാലൻസ്. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഇൻഫ്ലോ ഫ്രം ഫോറിൻ കൺട്രി, വിദേശത്തു നിന്ന് വരുന്ന ക്യാപിറ്റൽ ഇന്ത്യയിലേക്ക് വരുന്ന ക്യാപിറ്റലിൻ്റെ അല്ലെങ്കിൽ ക്യാപിറ്റലും ഇന്ത്യയിലേക്ക് ഒഴുകുന്ന ഇൻഫ്ലോ അല്ലെങ്കിൽ ഇൻഫ്ലോ ഓഫ് ദ ക്യാപിറ്റലും ദെൻ ഔട്ട്ഫ്ലോ ഓഫ് ദ ക്യാപിറ്റലും അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിലേക്കുള്ള ഔട്ട്ഫ്ലോ ഓഫ് ദ ക്യാപിറ്റലും തുല്യമാകുന്ന അവസ്ഥയാണ് ഇതെന്ന് പറഞ്ഞത് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എന്ന് പറഞ്ഞത്. ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻഫ്ലോ, അപ്പോൾ അതിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം. സെയിൽ ഓഫ് ദ ഷെയർ ഇൻ ദ ഫോറിൻ കമ്പനീസ് അല്ലേ. Capital inflow include the sale of share in foreign companies.
റെസിപ്റ്റ് ഫ്രം ദ ലോൺ ഫ്രം ദ ഫോറിൻ കൺട്രീസ്. ഇതൊക്കെ ക്യാപിറ്റൽ ഇൻഫ്ലോ ആണ്. അപ്പോൾ ക്യാപിറ്റൽ ഇൻഫ്ലോ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻഫ്ലോ ഇൻക്ലൂഡ് സെയിൽ ഓഫ് ഷെയർ ഇൻ ഫോറിൻ കമ്പനീസ്. നമ്മുടെ എങ്കിൽ നമുക്ക് ഇന്ത്യയിലെ ഒരു കമ്പനിയുടെ ഷെയർ ഫോറിൻ കമ്പനീസിന് നമ്മൾ വിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ക്യാപിറ്റൽ ഇൻഫ്ലോ വരുന്നു. ദ റെസിപ്റ്റ് ഓഫ് ലോൺ ഫ്രം ദ ഫോറിൻ കൺട്രീസ്, നമ്മുടെ വിദേശത്തു നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ലോണുകളൊക്കെ നമുക്ക് എന്ത് പറയാം, റെസിപ്റ്റ് ഓഫ് ദ ലോൺ ഫ്രം ദ ഫോറിൻ കൺട്രീസ് നമ്മൾ ക്യാപിറ്റൽ ഇൻഫ്ലോയിലേക്കാണ് പറഞ്ഞത്. ഇനി ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ഇൻക്ലൂഡ് പർച്ചേസ് ഓഫ് ഷെയർ ഇൻ ദ ഫോറിൻ കൺട്രീസ്. വിദേശത്തുള്ള അല്ലേ ഒരു കമ്പനിൻ്റെ ഷെയർ നമ്മൾ പർച്ചേസ് ചെയ്യാം. റീപേയ്മെൻറ്റ് ഓഫ് ഫോറിൻ ലോൺസ്, ഫോറിൻ ലോൺസുകളുടെ റീപേയ്മെൻറ്റ്, വിദേശത്തു നിന്ന് വരുന്ന ലോണുകളുടെ തിരിച്ചടക്കൽ. ഇഫ് ക്യാപിറ്റൽ ഇൻഫ്ലോ ആർ മോർ ദാൻ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ഇറ്റ് ഈസ് കോൾഡ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് സർപ്ലസും. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ആർ മോർ ദാൻ ദ ക്യാപിറ്റൽ ഇൻഫ്ലോ ഇറ്റ് ഈസ് കോൾഡ് ദ ക്യാപിറ്റൽ ഡെഫിസിറ്റ്. അപ്പോൾ ക്യാപിറ്റൽ സർപ്ലസ് ഉണ്ടാവാം, ഡെഫിസിറ്റ് ഉണ്ടാവാം. ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ചെയ്തുകൊണ്ട് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് സർപ്ലസ് ആൻഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്ന ടേം നമുക്ക് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു സർപ്ലസ് എന്താണ്, ഡെഫിസിറ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു. ഇനി നമുക്കത് ഒന്നുകൂടി വിശദീകരിക്കാം. എ കൺട്രി വിച്ച് ഹാസ് എ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, കറണ്ട് അക്കൗണ്ട് നേരത്തെ കറണ്ട് അക്കൗണ്ടും ഇതൊക്കെ കൂടിയിട്ട് പറയാണ്. നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എപ്പോഴും ബാലൻസ്ഡ് ആണ്, അല്ലെങ്കിൽ സർപ്ലസ് ഉണ്ട് ഡെഫിസിറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ട് എല്ലായ്പ്പോഴും ബാലൻസ്ഡ് ആണെന്നൊക്കെ പറഞ്ഞു. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. എ കൺട്രി വിച്ച് ഹാസ് എ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അർത്ഥം മനസ്സിലാക്കണം. എക്സ്പെൻഡിച്ചർ, കറണ്ട് അക്കൗണ്ട് എക്സ്പെൻഡിച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ ദ കറണ്ട് അക്കൗണ്ട് റെസിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണ്. ദാറ്റ് ഈസ് എക്സസ് ഓഫ് സ്പെൻഡിങ് ഓവർ ദ റെസിപ്റ്റ് മസ്റ്റ് ഫിനാൻസ്. എങ്ങനെയാണ് അത് ഫിനാൻസ് ചെയ്യുന്നത്? ഇറ്റ് ബൈ സെല്ലിങ് ദ അസറ്റ് ഇൻ ദ ഫോറിൻ കൺട്രീസ്. അല്ലേ, നമ്മുടെ അസറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോറിൻ കൺട്രീസിനെ വിറ്റുകൊണ്ട് നമ്മളത് എന്ത് ചെയ്യുന്നു, അത് ഓവർകം ചെയ്യും. ഓർ ബൈ ബോറോയിങ് ഫ്രം ദ ഫോറിൻ കൺട്രീസ്. ഒന്നെങ്കിൽ നമ്മുടെ എന്താണ് ഓഹരികൾ എന്ത് ചെയ്യുന്നു, വിദേശ രാജ്യങ്ങളിലേക്ക് വിറ്റിട്ട് നമ്മൾ അത് ഓവർകം ചെയ്യാൻ നോക്കും. അതല്ലെങ്കിൽ വിദേശത്തു നിന്ന് കടം വാങ്ങിച്ചിട്ട് നമുക്ക് അത് ഓവർകം ചെയ്യും. ദസ് ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഫിനാൻസ്ഡ് ത്രൂ ദ ക്യാപിറ്റൽ അക്കൗണ്ട് സർപ്ലസ്. അപ്പോൾ കറണ്ട് അക്കൗണ്ടിൽ ഡെഫിസിറ്റ് വരികയാണെങ്കിൽ അത് ഏതിലൂടെ അത് നികത്തുന്നു, ക്യാപിറ്റൽ അക്കൗണ്ട് സർപ്ലസിലൂടെ അത് ഉപയോഗിച്ചിട്ട് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ക്ലിയർ ചെയ്യും. Therefore കറണ്ട് അക്കൗണ്ട് പ്ലസ് ക്യാപിറ്റൽ അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ടിൽ ഡെഫിസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് സർപ്ലസ് ആവും. അത് രണ്ട് കൂട്ടുകയാണെങ്കിൽ എന്തായിരിക്കും, 0 ആയിരിക്കും. അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് സർപ്ലസ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെഫിസിറ്റ് ആയിരിക്കും. ഇത് രണ്ടും ആഡ് ചെയ്യുകയാണെങ്കിൽ 0 ആയിരിക്കും. അല്ലേ, ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും, അത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ 0 വരുന്നത് പോലെ കറണ്ട് അക്കൗണ്ട് സർപ്ലസ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെഫിസിറ്റ് ആയിരിക്കും. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് സർപ്ലസ് ആയിരിക്കും. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 0 വരും. ഇൻ കേസ് അല്ലേ, ഇൻ ദിസ് കേസ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഈസ് ഫുള്ളി ഫിനാൻസ്ഡ് ബൈ ഫോറിൻ ബോറോയിങ്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ അത് ഓവർകം ചെയ്യുന്നു, ഫോറിൻ ബോറോയിങ്, വിദേശത്തു നിന്ന് കടം വാങ്ങിച്ചിട്ട് അത് ഓവർകം ചെയ്യും. അനദർ വേ ഓഫ് ദ ബാലൻസിങ് ദ ബാലൻസ് ഓഫ് ഡെഫിസിറ്റ് ഈസ് യൂസിങ് ദ കൺട്രീസ് റിസർവ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ഫോറിൻ റിസർവ് ഉപയോഗിച്ചുകൊണ്ടും എന്ത് ചെയ്യാം, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് ക്ലിയർ ചെയ്യാം. അതെങ്ങനെയാണ്? എക്സസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റെസിപ്റ്റ്. നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് കൂടുതലായിട്ട് ഇന്ത്യയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് നമുക്ക് ആദ്യം എന്താണെന്നുള്ളത് നോക്കാം. For excess of foreign exchange receipt over foreign exchange expenditure treated as reserve. നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് അല്ലെങ്കിൽ എക്സ്പോർട്ട് കൂടുതലായിട്ട് ചെയ്തു, ഫോറിൻ കറൻസി കൂടുതലായിട്ട് വന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ഫോറിൻ കറൻസി കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അത് എവിടെ റിസർവ് ആക്കി വെക്കുന്നു, നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട്, ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിൽ റിസർവ് ആക്കി വെക്കും. ട്രീറ്റഡ് ആസ് എ റിസർവ് ആൻഡ് ഷോൺ ഇൻ ഒഫീഷ്യൽ റിസർവ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ടിൽ അത് റിസർവ് ആക്കി വെക്കും. എക്സ്പോർട്ട് ഗ്രേറ്റർ ആകുമ്പോൾ അതിലൂടെ കിട്ടുന്ന ഫോറിൻ കറൻസി, ഫോറിൻ ഇൻകം, ഫോറിൻ കറൻസിയുടെ വരുമാനം എന്ത് ചെയ്യുന്നുണ്ട്, ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ടിൽ റിസർവ് ആക്കി വെക്കും. വെൻ RBI സെൽ ദ ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ
when there is a deficit in the balance of payment. ഇനി ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഡെഫിസിറ്റ് വരുമ്പോൾ നമ്മുടെ RBI എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഫോറിൻ റിസർവ് എന്ത് ചെയ്യുന്നുണ്ട്, വിറ്റിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ബാലൻസ് ഓഫ് ഡെഫിസിറ്റ് ഓവർകം ചെയ്യും. ദിസ് ഈസ് ടേംഡ് ആസ് ദ ഒഫീഷ്യൽ റിസർവ് സെയിൽ. അപ്പോൾ നമ്മൾ ഒഫീഷ്യൽ സെറ്റിൽമെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടും കൂടി ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ പഠിക്കുന്നുണ്ട്. ആ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ നമ്മൾ എക്സ്പോർട്ടിലൂടെ കിട്ടുന്ന വരുമാനം, ആ കിട്ടിയ വരുമാനം സപ്പോസ് നമ്മുടെ എക്കോണമി ഡെഫിസിറ്റാണെങ്കിൽ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിസർവ് ആക്കി വെച്ചിരിക്കുന്നത് വിൽക്കുന്നു. അപ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്നത് ഒഫീഷ്യൽ റിസർവ് സെയിൽ എന്നുള്ള രീതിയിലാണ്. എ ഡിക്രീസ് ഓർ ഇൻക്രീസ് ഇൻ ദ ഒഫീഷ്യൽ റിസർവ് ഈസ് നോൺ ആസ് ദ ഓവറോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് ഓർ സർപ്ലസ്. അപ്പോൾ നമ്മൾ ഒഫീഷ്യൽ ഇതിൽ സർപ്ലസ് വരുക അത് ഓവർകം ചെയ്യുകയും അല്ലെങ്കിൽ ഡെഫിസിറ്റ് വരികയും അത് ഓവർകം ചെയ്യുന്നത് കൊണ്ട് തന്നെ ദ ഡിക്രീസ് ഓർ ഇൻക്രീസ് ഇൻ ഒഫീഷ്യൽ റിസർവ് ഈസ് നോൺ ആസ് ദ ഓവറോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ്. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ഡെഫിസിറ്റ് അത് ഓൾമോസ്റ്റ് ഒക്കെ എന്താണ് ഒരു ഈക്വലാക്കി മാറ്റുന്ന ഒരു സിസ്റ്റം കൂടി ഇതിൽ സംഭവിക്കുന്നുണ്ട്. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ഒഫീഷ്യൽ റിസർവ് ട്രാൻസാക്ഷൻ ആർ മോർ റെലവൻറ്റ് അണ്ടർ ഫിക്സഡ് എക്സ്ചേഞ്ച് സിസ്റ്റം ദാൻ അണ്ടർ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. നമ്മൾ അടുത്ത ഒരു ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്, എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്നതാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. എന്നാലും അതിനോട് റിലേറ്റഡ് ചെയ്തുകൊണ്ട് ഒരു പോയിന്റ് ആയതുകൊണ്ട് ഇവിടെ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ടല്ലോ, ആ അക്കൗണ്ട് പലപ്പോഴും ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ഒഫീഷ്യൽ റിസർവ് ട്രാൻസാക്ഷൻ ആർ മോർ റെലവൻറ്റ് അണ്ടർ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ദാൻ ദ അണ്ടർ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച്. രണ്ട് തരത്തിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഉണ്ട്, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഉണ്ട്, ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ അതിൽ ഇവിടെ ഏതുണ്ട്, ഒഫീഷ്യൽ റിസർവ് ട്രാൻസാക്ഷൻ വളരെ റെലവൻ്റ് ആണ് എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ട മറ്റൊരു മേഖലയാണ് ഓട്ടോണമസ് ട്രാൻസാക്ഷൻസ് ആൻഡ് അക്കോമഡേറ്റിംഗ് ട്രാൻസാക്ഷൻസ് എന്ന് പറയാം. ഓട്ടോണമസ് ട്രാൻസാക്ഷൻ ആൻഡ് അക്കോമഡേറ്റിംഗ് ട്രാൻസാക്ഷൻ എന്താണെന്നുള്ളത് ശ്രദ്ധിക്കാം. ഓൾ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ടേക്കൺ അപ്പ് ഇൻഡിപെൻഡൻ്റ്ലി വിത്തൗട്ട് കൺസിഡറിംഗ് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ഓൾ ദ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ടേക്കൺ അപ്പ് ഇൻഡിപെൻഡൻ്റ്ലി without considering the balance of payment is called autonomous transaction. അപ്പോൾ ഓട്ടോണമസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് all the international financial transaction taken up independently, സ്വന്തമായിട്ടാണ്. എന്തിനെ? വിത്തൗട്ട് കൺസിഡറിങ്, എന്തിനെ കൺസിഡർ ചെയ്യാതെ? ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ കൺസിഡർ ചെയ്യാതെ ഉള്ള എന്താണ് നമ്മൾ ഓൾ ദ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്തെന്ന് വിളിക്കുന്നു? ഓട്ടോണമസ് ട്രാൻസാക്ഷൻസ് എന്നുള്ള രീതിയിൽ എടുക്കുന്നു. All financial transactions made by the people with the object of consuming more and making profit are called autonomous transaction. അപ്പോൾ ഓട്ടോണമസ് ട്രാൻസാക്ഷനെ കുറിച്ച് മറ്റൊരു ഡെഫിനിഷൻസ് കൂടി ഇത് പറയുന്നുണ്ട്. ഓൾ ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ മെയ്ഡ് ബൈ ദ പീപ്പിൾ വിത്ത്, അല്ലേ, നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾ എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തുന്നത് എന്താ? പീപ്പിൾ വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് കൺസ്യൂമിങ് മോർ ആൻഡ് മേക്കിംഗ് പ്രോഫിറ്റ്, കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുകയും പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി എന്നുള്ളതാണ് ഏതെന്ന് ട്രാൻസാക്ഷൻ, ഓട്ടോണമസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോണമസ് ട്രാൻസാക്ഷൻ ആർ ആൾസോ കോൾഡ് ദ എബവ് ദ ലൈൻ ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, എബവ് ദ ലൈൻ ഐറ്റംസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഓട്ടോണമസ് ട്രാൻസാക്ഷൻസ് ആണ്. ഇനി അക്കോമഡേറ്റീവ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നേരത്തെ നമ്മളിവിടെ പറഞ്ഞു, ഓട്ടോണമസ് ട്രാൻസാക്ഷൻസിൽ all the international transaction taken up independently without considering the balance of payment നെ കൺസിഡർ ചെയ്യാതെയുള്ള എല്ലാ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നമ്മൾ ഓട്ടോണമസ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഓട്ടോണമസ് ട്രാൻസാക്ഷൻ പറഞ്ഞു. എന്നാൽ അക്കോമഡേറ്റീവ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്, അക്കോമഡേറ്റീവ് ട്രാൻസാക്ഷൻ അറൈസസ് when there is a deficit or surplus in the balance of payment, അല്ലേ, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഡെഫിസിറ്റോ സർപ്ലസോ വരുമ്പോൾ അത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസാക്ഷനാണ് അക്കോമഡേറ്റീവ് ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷൻ ഇൻ ദ ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട് ആൾസോ കോൾഡ് അക്കോമഡേറ്റീവ് ട്രാൻസാക്ഷൻ. നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ സർപ്ലസോ ഡെഫിസിറ്റോ വരുമ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ സെറ്റിൽമെൻറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്തിട്ട് അത് അക്കൗണ്ട് എന്ത് ചെയ്യുന്നു? ബാലൻസ് ആക്കും. ആ ബാലൻസ് ആക്കുന്ന ട്രാൻസാക്ഷനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? അക്കോമഡേറ്റീവ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നു.
arises when there is a deficit or surplus in the balance of payment. Transactions in the official reserve account are also called the accommodating transaction. It is the effect of autonomous transaction. Accommodating transaction also called the above the line items or above the line of balance of payment item എന്നുള്ള രീതിയിൽ വിളിക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ടിനെ വിശദീകരിക്കുന്ന സമയത്ത് കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട്, ഒഫീഷ്യൽ സെറ്റിൽമെൻറ്റ് അക്കൗണ്ട്, ദെൻ എറേഴ്സ് ഓഫ് ഒമിഷൻ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എറേഴ്സ് ആൻഡ് ഒമിഷൻസ് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു അക്കൗണ്ടാണ്. ഓൾ ദ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ കനോട്ട് ബി റെക്കോർഡഡ് ആക്യുറേറ്റ്ലി. നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് നമുക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ചില എന്തെങ്കിലും എറേഴ്സ് ഓഫ് ഒമിഷൻ നിങ്ങൾ അക്കൗണ്ടൻസിൽ ചില കണക്കുകളൊക്കെ ചെയ്യുമ്പോൾ എറേഴ്സ് ഓഫ് ഒമിഷൻ അക്കൗണ്ടിലൊക്കെ രേഖപ്പെടുത്താറില്ലേ, അതേപോലെ തന്നെ ചില ട്രാൻസാക്ഷൻസ് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ഇത് രേഖപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ certain errors and omissions arises due to the inaccurate and incomplete information. ഇനാക്യുറേറ്റും ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ്റെ കാരണം കൊണ്ടാണ് ഇത്തരത്തിലുള്ള നമ്മൾ ചില എറേഴ്സ് ഓഫ് എമിഷൻ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസൊക്കെ എവിടെ രേഖപ്പെടുത്തുന്നു? എറേഴ്സ് ഓഫ് ഒമിഷൻ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആസ് പെർ ദ ന്യൂ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ദ RBI ഹാസ് മോഡിഫൈഡ് ദ സ്ട്രക്ചർ ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട് ന്യൂ ക്ലാസിഫിക്കേഷൻ ഡിവൈഡ്സ് ദ ട്രാൻസാക്ഷൻ ഇൻടു 3 അക്കൗണ്ട്: കറണ്ട് അക്കൗണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇങ്ങനെ 3 രീതിയിലാണ് ഇത് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ നിർദ്ദേശപ്രകാരം RBI എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ 3 അക്കൗണ്ടുകളാണുള്ളത്: കറണ്ട് അക്കൗണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ ഓൾമോസ്റ്റ് ഓൾ ദ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു ട്രേഡ് in financial assets such as share, bond, etc. are the now placed in the financial account. അപ്പോൾ നമ്മൾ ഷെയറുമായിട്ടോ ഡിബെഞ്ചറുമായിട്ടോ ബോണ്ടുകളുമായിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഇപ്പോൾ ഏത് അക്കൗണ്ടിലാണ് രേഖപ്പെടുത്താറ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിലാണ് രേഖപ്പെടുത്താറ്. ഹവർ ആയതുകൊണ്ട് തന്നെ എന്താണ് RBI കണ്ടിന്യൂ ടു പ്രിപ്പയർ ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ട് അണ്ടർ ദ ഓൾഡ് സിസ്റ്റം, അല്ലേ? ദാറ്റ് ഈസ് വിത്ത് ദ കറണ്ട് അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഇപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഏത് അക്കൗണ്ട്? കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള രൂപത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇനി ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ഒരു ഇക്വിലിബ്രിയം സൈഡും കൂടി നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു എപ്പോഴും ബാലൻസറാണ്, ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഈക്വലാണ് എന്നൊരു രൂപത്തിലേക്ക് പറഞ്ഞു. വെൻ കൺട്രീസ് ഫോറിൻ എക്സ്ചേഞ്ച് ഏണിംഗ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഫോറിൻ എക്സ്ചേഞ്ച് ഏണിങ്സ് ഫ്രം ദ ഓട്ടോണമസ് ട്രാൻസാക്ഷൻ an year equal to its foreign exchange expenditure is called balance of payment equilibrium. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് പഠിക്കുക. വെൻ എ കൺട്രീസ് ഫോറിൻ എക്സ്ചേഞ്ച് ഏണിംഗ്, വിദേശത്തൂടെ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ട്രാൻസാക്ഷനിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന എല്ലാ ഇൻകവും, all the income or foreign exchange earnings from autonomous transaction is equal to its foreign exchange expenditure is called balance of payment equilibrium. When inequality വരുമ്പോൾ അത് എന്തിലേക്ക് കാരണമാക്കുന്നു? ഡിസിക്വിലിബ്രിയത്തിലേക്ക് കാരണമാക്കുന്നു. If autonomous income is more than the autonomous expenditure, balance of payment surplus ആണ്. Balance of payment autonomous income is greater than expenditure, balance of payment surplus. But if autonomous expenditure is more than the autonomous income, is called balance of payment deficit. Balance of payment deficit എന്ന് പറയുന്നു. ഇനി balance of surplus is called favorable balance of payment, deficit എന്ന് പറയുന്നു unfavorable balance of payment. ഇത് വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിൽ ഓട്ടോണമസ് ട്രാൻസാക്ഷൻസും അതിൻ്റെ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഏണിങ്സും എക്സ്പെൻഡിച്ചർ തുല്യമാകുമ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇക്വിലിബ്രിയം ആകും. ആ ഇക്വിലിബ്രിയം തന്നെ എന്തെന്നുണ്ട്? നമ്മൾ സർപ്ലസ് ഉണ്ട്, ഇക്വിലിബ്രിയം ആവും. ദെൻ അതിൽ തന്നെ സർപ്ലസും പഠിക്കാനുണ്ട്, ഡെഫിസിറ്റും പഠിക്കാനുണ്ട്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയാം. എന്താണെന്നുള്ളത് നോക്കാം. International transaction requires the currencies of different countries that are involved in foreign trade.
നമ്മളൊരു ഫോറിൻ ട്രേഡിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് സാധനങ്ങൾ അയക്കുന്നു. ദെൻ അമേരിക്കയിൽ നിന്ന് കുറേ പ്രോഡക്റ്റ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു, ഇറക്കുമതി ചെയ്യുന്നു. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കിയിരുന്നാൽ മാത്രം മതിയോ? അല്ലേ? അത് ചെയ്യാൻ കഴിയില്ല. നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ആ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫോറിൻ കറൻസി നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ റിക്വയർസ്, അല്ലെ, ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ കറൻസീസ് ഓഫ് ദി ഡിഫറെൻറ്റ് കൺട്രീസ് നമുക്ക് അത്യാവശ്യമാണ്, അല്ലേ? കറൻസി ഓഫ് എ കൺട്രി ഹാസ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു ദ കറൻസി ഓഫ് അനദർ കൺട്രി. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ കറൻസി എന്ത് ചെയ്യുന്നുണ്ട്? മറ്റു രാജ്യത്തിൻ്റെ കറൻസിയുമായിട്ട് എന്താണ് ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ അത് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മാർക്കറ്റാണ് ഇതെന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. ദ മാർക്കറ്റ് വേർ ഫോറിൻ എക്സ്ചേഞ്ച് കറൻസി ആർ ട്രേഡഡ് ഈസ് കോൾഡ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയും. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ മാർക്കറ്റ് വേർ ഫോറിൻ കറൻസീസ് ആർ ട്രേഡഡ്. ഫോറിൻ കറൻസി വിൽക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്ന ഏരിയ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയും. ദ മെയിൻ പാർട്ട്ണർ ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്സുകൾ ഇതിൻ്റെ ഫോറിൻ എക്സ്ചേഞ്ച് കറൻസിയുടെ ബൈയിങ്ങും സെല്ലിങ്ങും നടത്തുന്നുണ്ട്. ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് ബ്രോക്കേഴ്സ് ഉണ്ട്. അതർ റെക്കഗ്നൈസ്ഡ് ഡീലേഴ്സൊക്കെ എന്തുണ്ട്? മോണിറ്ററി അതോറിറ്റി RBI ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിലുള്ള ഫോറിൻ കറൻസിയുടെ വിൽക്കലും വാങ്ങിക്കലും ഒക്കെ നടത്തുന്നുണ്ട്. ഈ വിൽക്കലും വാങ്ങിക്കലും നടത്തുന്ന മാർക്കറ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്നുള്ള രീതിയിൽ വിളിക്കുന്നു. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് നടത്തുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ കറൻസി മറ്റൊരു രാജ്യത്തിൻ്റെ കറൻസിയുടെ ഒരു വിലയിടും. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ നോക്കാം. ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വൺ കൺട്രീസ് കറൻസി ഈസ് എക്സ്ചേഞ്ച്ഡ് ഫോർ അനദർ കൺട്രീസ് കറൻസി. ഒരു രാജ്യത്തിൻ്റെ കറൻസി മറ്റൊരു രാജ്യത്തിൻ്റെ കറൻസിയും കൈമാറ്റം ചെയ്യുന്ന നിരക്കിനെ, റേറ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഫോറിൻ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കും. ഒരു ഡോളർ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി 70 രൂപ ചിലവഴിക്കും. ആ 70 രൂപയാണ് ഒരു ഡോളറിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായ എക്സ്ചേഞ്ച് റേറ്റ് എന്താ? ഒരു രാജ്യത്തിൻ്റെ കറൻസി മറ്റൊരു രാജ്യത്തിൻ്റെ കറൻസിയിൽ അതിൻ്റെ വില ഇടുക, വില നൽകുക എന്നതാണ് ഫോറിൻ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ളത് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു എക്സ്ചേഞ്ച് റേറ്റ്. ഇൻ അതർ വേർഡ്സ്, എക്സ്ചേഞ്ച് റേറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രൈസസ് ഓഫ് വൺ കറൻസി ഇൻ ടേംസ് ഓഫ് അനദർ കറൻസി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, ഒരു രാജ്യത്തിൻ്റെ കറൻസിക്ക് നമ്മൾ വിലയിടുക, പ്രൈസസ് ഓഫ് അനദർ കറൻസി. ഒരു ഡോളറിൻ്റെ വില 70 രൂപ. അങ്ങനെ വിലയിടുന്നതിനെ എന്തെന്ന് വിളിക്കുന്നു? എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കും. ഇവിടെ എക്സാമ്പിൾ പറയുന്നത് അല്ലേ? അപ്പോൾ ഇതിനെ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് അല്ലെങ്കിൽ ഫോറക്സ് റേറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്, ഫോറക്സ് റേറ്റ് എന്നുള്ള രൂപത്തിൽ പറയുന്നുണ്ട്. ദെൻ ഒരു എക്സാമ്പിൾ, 70 രൂപ, ഒരു ഡോളർ കിട്ടാൻ 70 രൂപ എന്ന് പറയുന്നത് ഒരു ഡോളറിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്? 70 ആണ്. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്ന ടേം മനസ്സിലാക്കി. ഇനി എക്സ്ചേഞ്ച് റേറ്റിന് നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്, റിയൽ എക്സ്ചേഞ്ച് റേറ്റ്, ഇഫക്റ്റീവ് അല്ലെങ്കിൽ റീർ എന്നുള്ളതും നീർ എന്ന് പറയുന്ന ടേമുകളൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് എന്നുള്ളത് പറയാം. നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ്, ദ എമൗണ്ട് ഓഫ് ഡൊമസ്റ്റിക് കറൻസി ടു ബി പെയ്ഡ് ടു ദ പർച്ചേസ് 1 യൂണിറ്റ് ഓഫ് ഫോറിൻ കറൻസി ഈസ് നോൺ ആസ് നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ്. ദ എമൗണ്ട് ഓഫ് ഡൊമസ്റ്റിക് കറൻസി, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഡോളർ ഞാൻ വാങ്ങിക്കാൻ വേണ്ടി 70 രൂപ ഞാൻ ചെലവഴിച്ചു എന്നുണ്ടെങ്കിൽ അതിനെന്തെന്ന് വിളിക്കുന്നു? നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ കറൻസിക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ കറൻസിയിലൂടെ വില ഇടുന്നതിനെ നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയും. The amount of domestic currency is to be paid to the purchase of 1 unit of foreign currency is known as nominal exchange rate എന്ന് വിളിക്കും. അടുത്തതാണ് റിയൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. റിയൽ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ദ പർച്ചേസിംഗ് പവർ ഓഫ് ദ ഫോറിൻ കറൻസി.
ഫോറിൻ കറൻസിയുടെ പർച്ചേസിംഗ് പവർ നോക്കിയിട്ടാണ് നമ്മൾ റിയൽ എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത്. ദ റിലേറ്റീവ് പ്രൈസസ് ഓഫ് ഫോറിൻ ഗുഡ്സ് ഇൻ ടേംസ് ഓഫ് ഡൊമസ്റ്റിക് ഗുഡ് ഈസ് റിയൽ എക്സ്ചേഞ്ച് റേറ്റ്. ഇൻ അതർ വേർഡ്സ്, ദ റേഷ്യോ ഓഫ് ഫോറിൻ പ്രൈസസ് ടു ഡൊമസ്റ്റിക് പ്രൈസസ് മെഷേർഡ് ഇൻ ദ സെയിം കറൻസി. ഒരു ഡോളറിന് ഇന്ത്യയിൽ എത്ര പ്രോഡക്റ്റ് കിട്ടും, വിദേശത്ത് എത്ര പ്രോഡക്റ്റ് കിട്ടും? ഉദാഹരണമായിട്ട് എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത് നമ്മുടെ പർച്ചേസിംഗ് പവർ നോക്കിയിട്ടാണ് എന്നുണ്ടെങ്കിൽ അതിനെന്തെന്ന് വിളിക്കുന്നു? റിയൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കും. അപ്പോൾ റിയൽ എക്സ്ചേഞ്ച് റേറ്റ് ഇസ് ഡിറ്റർമൈൻ ദ പർച്ചേസിംഗ് പവർ ഓഫ് ദ ഫോറിൻ കറൻസി, ഡിറ്റർമൈൻ ദ പർച്ചേസിംഗ് പവർ ഓഫ് ദ ഫോറിൻ കറൻസി. The relative prices of the foreign goods in terms of domestic goods is real exchange rate. In other words, it is the ratio of the foreign prices to the domestic prices measured the same currency. സെയിം കറൻസിയിൽ, ആ കറൻസിയിൽ ഇന്ത്യയിൽ എത്ര പ്രോഡക്റ്റ് കിട്ടും, വിദേശത്ത് എത്ര പ്രോഡക്റ്റ് കിട്ടും എന്നത് നോക്കിയിട്ട് എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നതാണ് റിയൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഫോറിൻ കറൻസിക്ക് ഡിമാൻഡും ഉണ്ട്, അതേപോലെ തന്നെ സപ്ലൈ ഉണ്ട്. ഫോറിൻ കറൻസിക്ക് എപ്പോഴാണ് ഡിമാൻഡ് ഉണ്ടാവുക? നമ്മൾ എന്തെങ്കിലും ഒരു ഗുഡ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഫോറിൻ കറൻസിക്ക് ഡിമാൻഡ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൽ എക്സാമ്പിൾസ് ഓരോന്ന് പറയുന്നുണ്ട്, നമ്മൾ അതിൻ്റെ കോസസ് ഒക്കെ നോക്കാം. ഡിമാൻഡ് ഫോർ ഫോറിൻ എക്സ്ചേഞ്ച് അറൈസസ് ഡ്യൂ ടു സെവറൽ കോസസ്, കുറേ ഉണ്ട്. ടു ബൈ ദ ഫോറിൻ ഗുഡ്സ് ആൻഡ് സർവീസ്, വിദേശത്തുള്ള സാധനങ്ങളും സേവനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോറിൻ കറൻസി ആവശ്യമായിട്ട് വരുന്നു. ടു സെൻഡ് ദ ഗിഫ്റ്റ് ടു ഫോറിൻ കൺട്രീസ്, വിദേശത്തേക്ക് എന്തെങ്കിലും ഗിഫ്റ്റുകൾ അയക്കാൻ ഫോറിൻ കറൻസി ആവശ്യമായിട്ട് വരുന്നു, അതിൻ്റെ ഡിമാൻഡ് വരും. ടു ഇൻവെസ്റ്റ് ഇൻ ഫിനാൻഷ്യൽ അസറ്റ് ഓൺ ഫോറിൻ കൺട്രി, ഒരു വിദേശ രാജ്യത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ നമുക്ക് ഫോറിൻ കറൻസി ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇവിടെ അതിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞു. ഇഫ് ദ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഹൈ, ദ കോസ്റ്റ് ഓഫ് ഇമ്പോർട്ട് വിൽ ഗോ അപ്പ്. അപ്പോൾ ഇവിടെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഹൈ, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് ഹൈ ആവും എപ്പോൾ? ദ കോസ്റ്റ് ഓഫ് ഇമ്പോർട്ട് വിൽ ഗോ അപ്പ്. കോസ്റ്റ് ഓഫ് ഇമ്പോർട്ട് ഇവിടെ പറയുന്ന ഇഫ് ദ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഹൈ, ദ കോസ്റ്റ് ഓഫ് ഇമ്പോർട്ട് വിൽ ഗോ അപ്പ്. കോസ്റ്റ് ഓഫ് ഇമ്പോർട്ട് കൂടിന്തോറും നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് ഹൈ മാറും. ആസ് എ റിസൾട്ട്, ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ആണ് ഫോറിൻ കറൻസിക്ക് ആവശ്യമായിട്ടുള്ള ഡിമാൻഡ് വരുന്ന സന്ദർഭങ്ങൾ എന്താണ്? ഇമ്പോർട്ട് ചെയ്യുമ്പോൾ വേണ്ടി വരും, വിദേശത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി വരും, കുറേ ഇൻസിഡൻസ് നമ്മൾ പറഞ്ഞു. അപ്പോഴൊക്കെ നമുക്ക് ഫോറിൻ കറൻസി ആവശ്യമായിട്ട് വരുന്നു. ആസ് എ റിസൾട്ട് ദ ഡിമാൻഡ് ഫോർ ഫോറിൻ കറൻസി വിൽ കം ഡൗൺ. കൺവേഴ്സ്ലി അതിൻ്റെ ഓപ്പോസിറ്റ്, ഇഫ് എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ലോ, എക്സ്ചേഞ്ച് റേറ്റ് ലോ ആണെങ്കിൽ ഇമ്പോർട്ട് വിൽ ഗോ അപ്പ്. എക്സ്ചേഞ്ച് റേറ്റ് കുറവാണെങ്കിൽ ഇമ്പോർട്ട് കൂടും. ദെൻ ദ ഡിമാൻഡ് ഫോർ ഫോറിൻ കറൻസി വിൽ റൈസസ്. നമ്മൾ ഇവിടെ പറയുന്നുണ്ട്, ഈ ഒരു ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഹൈ, ദ കോസ്റ്റ് ഓഫ് ഇമ്പോർട്ട് വിൽ ഗോ അപ്പ്. എക്സ്ചേഞ്ച് റേറ്റ് കൂടുമ്പോൾ നമ്മുടെ ഇമ്പോർട്ടിൻ്റെ ചിലവ് കൂടുകയും, അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ട് ദ ഡിമാൻഡ് ഫോർ ഫോറിൻ കറൻസി വിൽ കം ഡൗൺ. ഇപ്പോൾ ഫോറിൻ കറൻസിയുടെ ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഓപ്പോസിറ്റ്, ഇഫ് എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ലോ, എക്സ്ചേഞ്ച് റേറ്റ് കുറവാണെങ്കിൽ ഇമ്പോർട്ട് വിൽ ഗോ അപ്പ്. ഇമ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ചേഞ്ച് റേറ്റ് കുറവാണെങ്കിൽ ഇമ്പോർട്ട് കൂടും, ഇമ്പോർട്ട് വിൽ ഗോ അപ്പ്. ദെൻ ദ ഡിമാൻഡ് ഫോർ ഫോറിൻ കറൻസി കൂടും, അപ്പോൾ ഫോറിൻ കറൻസിയുടെ ആവശ്യം കൂടും. അപ്പോൾ ഡിമാൻഡ് ഫോർ ഫോറിൻ കറൻസി ഈസ് നെഗറ്റീവ്ലി റിലേറ്റഡ് ടു ദ എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ വൈ ആക്സസ് XX എന്നുള്ള രീതിയിൽ വരയ്ക്കുമ്പോൾ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു കർവായിരിക്കും ഏതിൻ്റെ വരിക? ഡിമാൻഡ് ഫോർ ഫോറിൻ കറൻസിയുടെ വരിക. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റും ഡിമാൻഡ് ഫോർ ഫോറിൻ കറൻസി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. എക്സ്ചേഞ്ച് റേറ്റ് കൂടുമ്പോൾ ഫോറിൻ കറൻസിയുടെ ഡിമാൻഡ് കുറയും, എക്സ്ചേഞ്ച് റേറ്റ് കുറയുമ്പോൾ ഫോറിൻ കറൻസിയുടെ ഡിമാൻഡ് കൂടും എന്നുള്ള അവസ്ഥ. ദെൻ സപ്ലൈ ഓഫ് ദ ഫോറിൻ എക്സ്ചേഞ്ച് അറൈസസ് അണ്ടർ ദ ഫോളോയിങ് സിറ്റുവേഷൻ. താഴെ പറയുന്ന ചില സിറ്റുവേഷനിലാണ് ഫോറിൻ കറൻസിയുടെ സപ്ലൈ ഉണ്ടാകുന്നത്. നോക്കാം. എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഫോറിൻ കറൻസിയുടെ
ഒരു ഇൻഫ്ലോ ഉണ്ടാവുന്നു, സപ്ലൈ ഇന്ത്യയിലേക്ക് ഉണ്ടാവും. ഗിഫ്റ്റ് റിസീവ്ഡ് ഫ്രം ദ ഫോറിനേഴ്സ്, ഫോറിനേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് റിസീവ് ചെയ്യുമ്പോൾ ഫോറിൻ സപ്ലൈ ഇന്ത്യയിലേക്ക് വരുന്നു. പർച്ചേസ് ഓഫ് ഹോം കൺട്രീസ് അസറ്റ് ബൈ ദ ഫോറിനേഴ്സ്, ഹോം കൺട്രീസിൻ്റെ അസറ്റുകൾ ഫോറിനേഴ്സ് വാങ്ങിക്കുമ്പോൾ ഫോറിൻ സപ്ലൈ ഓഫ് ദ ഫോറിൻ കറൻസി ഉണ്ടാവും. ഇനി വെൻ എക്സ്ചേഞ്ച് റേറ്റ് കൂടുമ്പോൾ, എക്സ്ചേഞ്ച് റേറ്റ് റൈസസ്, ഫോറിനേഴ്സ് പർച്ചേസ് കോസ്റ്റ് കം ഡൗൺ ആൻഡ് എക്സ്പോർട്ട് വിൽ ഇൻക്രീസ്. വെൻ എക്സ്ചേഞ്ച് റേറ്റ് റൈസസ് അല്ലേ, എക്സ്ചേഞ്ച് റേറ്റ് കൂടുമ്പോൾ ഫോറിനേഴ്സിൻ്റെ പർച്ചേസ് കോസ്റ്റ് കുറയുകയും എക്സ്പോർട്ട് വിൽ ഇൻക്രീസ്, എക്സ്പോർട്ട് കൂടുകയും ചെയ്യും. അപ്പോൾ എക്സ്പോർട്ട് കൂടുമ്പോൾ ഇറ്റ് വിൽ ഇൻക്രീസ് ദ സപ്ലൈ ഓഫ് ദ ഫോറിൻ കറൻസി ഇൻ ടു ഇന്ത്യ. അപ്പോൾ നമ്മൾ എക്സ്പോർട്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തേക്ക് വിദേശ കറൻസിയുടെ ഒഴുക്ക് വരും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ആയതുകൊണ്ട് വെൻ എക്സ്ചേഞ്ച് റേറ്റ് റൈസസ്, എക്സ്ചേഞ്ച് റേറ്റ് കൂടുമ്പോൾ സപ്ലൈ ഓഫ് ദ ഫോറിൻ കറൻസി അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ദ ഫോറിൻ കറൻസി ഇൻക്രീസസ്. വെൻ എക്സ്ചേഞ്ച് റേറ്റ് ഡിക്രീസസ്, സപ്ലൈ ഓഫ് ദ ഫോറിൻ കറൻസി ഡിക്രീസസ്. എക്സ്ചേഞ്ച് റേറ്റ് കൂടുമ്പോൾ സപ്ലൈ ഓഫ് ദ ഫോറിൻ കറൻസി കൂടുകയും എക്സ്ചേഞ്ച് റേറ്റ് കുറയുമ്പോൾ സപ്ലൈ ഓഫ് ദ ഫോറിൻ കറൻസി കുറയുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇത് ഒരു നമ്മളെ സപ്ലൈ കർവിൻ്റെ അതേ തിയറി പോലെയാണ്. സപ്ലൈ കർവിൻ്റെ തിയറി എന്ന് വെച്ചാൽ ഒരു വൈ ആക്സിസ് എക്സ് ആക്സിസ് വരയ്ക്കുകയാണെങ്കിൽ ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് കർവായിരിക്കും സപ്ലൈ കർവ്. അപ്വേർഡ് സ്ലോപ്പിംഗ്, അതായത് എക്സ്ചേഞ്ച് റേറ്റ് ഈ വൈ ആക്സിസിലാണ് എക്സ്ചേഞ്ച് റേറ്റ് കൊടുക്കുക. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് കൂടുമ്പോൾ സപ്ലൈ ഓഫ് ദ ഫോറിൻ കറൻസി കൂടുകയും എക്സ്ചേഞ്ച് റേറ്റ് കുറയുമ്പോൾ സപ്ലൈ ഓഫ് ദ ഫോറിൻ കറൻസി കുറയുകയും ചെയ്യും. അപ്പോൾ ദർ ഈസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് സപ്ലൈ ഓഫ് ദ ഫോറിൻ കറൻസിയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത് ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഹാഫ് ആൻഡ് പോർഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്, അതൊരു ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്, മേജർ ഫ്ലോട്ട് എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇതിൽ ഒരു ടേമും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റിയൽ എക്സ്ചേഞ്ച് റേറ്റിന് പറയുന്നത്. റിയൽ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ഇക്വേഷൻ ഇ പി എഫ് ഡിവൈഡ് ബൈ പി ഡി എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ട്. അത് വെച്ചിട്ട് ഞാൻ ചാപ്റ്ററിൻ്റെ അവസാനം ഒരു പ്രോബ്ലങ്ങളൊക്കെ ചെയ്ത് പഠിപ്പിച്ചു തരാം. ഓക്കെ, താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.